നമസ്കാരം, ഞാൻ ബൈജു എന്നാർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുജറാത്തിലെ രാജ്കോട്ടാണ്. കുറച്ച് കാലം മുമ്പ് ഞാൻ രാജ്കോട്ടിലൊരു മീഡിയ ഡ്രൈവിനായിട്ട് വന്നപ്പോൾ ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി ശ്രദ്ധിച്ചു. അന്ന് തന്നെ അവിചാരിതമായിട്ട് ഇവിടുത്തെ രജിസ്ട്രാറിനെ പരിചയപ്പെട്ടു. അദ്ദേഹം മലയാളിയായിരുന്നു. അങ്ങനെ ഇവിടെ ഒന്ന് വന്ന് കാണണം എന്നൊക്കെ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം കുറച്ച് കാലം കഴിഞ്ഞു കേട്ടോ, ഇപ്പോഴാണ് നമുക്കൊന്ന് വരാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എത്ര ഗംഭീരമായ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇവർ നിർമ്മിച്ച് വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലായത്. മാർവാടി യൂണിവേഴ്സിറ്റി എന്നാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര്. എന്തുകൊണ്ടാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിക്കുള്ള പ്രാധാന്യം എന്തുകൊണ്ടാണ് കൂടുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത നമ്മുടെ അടുത്തുള്ള സംസ്ഥാനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ കോഴ്സും പഠിക്കാൻ ലക്ഷങ്ങൾ ചിലവഴിക്കുമ്പോൾ ഇവിടെ അത്രയൊന്നും വലിയ ഒരു ഫീസ് ഇല്ല എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു കാര്യം. തന്നെയുമല്ല, ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ് ഇവിടുത്തെ ഈ യൂണിവേഴ്സിറ്റിക്ക്. ഏതാണ്ട് 17-18 രാജ്യങ്ങളിലെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുമുണ്ട്. ധാരാളം കോഴ്സുകളുണ്ട്. എഞ്ചിനീയറിംഗ്, MBA തൊട്ട് നേഴ്സിംഗ് വരെയുള്ള എല്ലാ കോഴ്സുകളുമുണ്ട്. തന്നെയല്ല, രാജ്കോട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു എത്രയോ ദൂരെയാണ് കേരളത്തിൽ നിന്ന്. പക്ഷേ ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ രാവിലെ 11 മണിക്ക് കൊച്ചിയിൽ നിന്ന് വിമാനം കയറിയിട്ട് ഇവിടെ 3:15 എത്തി എന്നുള്ളതാണ്. അപ്പോൾ അത്രയധികം കണക്ടിവിറ്റി ഉണ്ട്. പിന്നെ ഒരു കാര്യം, നല്ല ഗംഭീരമായ ഹോസ്റ്റലാക്കി ഇന്നലെ കാണുകയുണ്ടായി. അങ്ങനെ മലയാളി കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു ക്യാമ്പസാണ്. നിങ്ങൾ കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകത്തിലോ ഒക്കെ പഠിക്കുന്നതിനേക്കാളും 4-1 പോലും കോഴ്സ് ഫീ ഇവിടെ ഇല്ല എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഘടകം. പക്ഷേ ഇവിടുത്തെ ഫാക്കൽറ്റി മെമ്പേഴ്സ് എല്ലാവരും PhD അല്ലെങ്കിൽ IIT എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്നവരാണ്. അത്രയധികം നല്ലൊരു ഫാക്കൽറ്റി ഇവിടെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് അങ്ങനെ തന്നെ ഉള്ള ഒരാളാണ്. അതായത് IIT ഗോരഖ്പൂരിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചതിന് ശേഷം ഇവിടെ അധ്യാപകനായി ജോലിയാക്കുന്ന മലയാളിയായ ജോമി ജോസഫ്, തൊടുപുഴക്കാരനാണ്. അപ്പോൾ ഇവിടെ കുറേ മലയാളികളുണ്ട്. ഞാൻ പറഞ്ഞത് രജിസ്ട്രാർ അടക്കം മലയാളി ഉള്ളൊരു സ്ഥാപനമാണ്. പക്ഷേ പലരും ഇവിടെ തന്നെ ജനിച്ചു വളർന്ന മലയാളികളാണ്. മലയാളത്തെ ഇത്തിരി കുറവുള്ളവരാണ് അധികവും. എങ്കിൽ പോലും കേരളത്തിൽ നിന്ന് വന്ന് പഠിക്കുന്ന കുട്ടികളും ഇവിടെയുണ്ട്. അപ്പോൾ ഞാനിത് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് നാട്ടിൽ നിന്ന് വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്താം. പക്ഷേ വളരെ ഗംഭീരമായൊരു യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ജോമിയോട് തന്നെയാണ് നമ്മളിന്ന് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ജോമി, ഒരു ഗംഭീര യൂണിവേഴ്സിറ്റി നമ്മൾ എനിക്ക് തോന്നുന്നു ഈ കൊടൈക്കനാലിലെ ഊട്ടിയിലേക്കാണ് സ്കൂളുകളിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത്ര ഗംഭീരമാണ്. അവിടേക്കാണെങ്കിൽ കിഡിലും ലോണും അങ്ങനെ ഗംഭീര ആംബിയൻസ് അല്ല, പക്ഷേ പ്രധാനമായിട്ടും വേണ്ടത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് നമുക്ക് അക്കാഡമിക്സിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞാനിവിടെ മനസ്സിലാക്കിയ കാര്യം, ഏഷ്യയിലെ ഒരു 100 യൂണിവേഴ്സിറ്റികളിൽ ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ ഒന്നായിട്ട് പല കാര്യങ്ങളിലും ഇത് വരുന്നുണ്ടെന്നുള്ള കാര്യം ഏറ്റവും സന്തോഷമുള്ള കാര്യം കൂടിയാണ്. അപ്പോൾ നമുക്ക് അക്കാഡമിക്സിലേക്ക് തന്നെ പോകാം. എന്തൊക്കെ കോഴ്സുകളാണ്, പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്സ് എന്തൊക്കെയാണുള്ളത്? നമുക്ക് ഇവിടെ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതിൽ തന്നെ ഡിഗ്രിയും ഡിപ്ലോമയുണ്ട്, മാനേജ്മെന്റ് കോഴ്സുകൾ BBA MBA UG PG, പിന്നെ നേഴ്സിംഗ് കോഴ്സ് ഉണ്ട്, ഫാർമസി ഉണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്, പിന്നെ PG കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകൾ MCA MSc കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനത്തെ കോഴ്സുകൾ ഒരുവിധം എല്ലാ കോഴ്സും തന്നെ നമ്മളിവിടെ റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഞാനിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ അറിഞ്ഞ കാര്യമാണ് ഈ കോഴ്സ് ഫീയുടെ കാര്യത്തിൽ ഇവിടെ 1.5 ലക്ഷം രൂപയൊക്കെ ഉള്ളൂ ആനുവൽ ഫീ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അത്രയും കുറവ്? പക്ഷേ ഇത് രാജ്കോട്ട് അത്രയധികം എന്താ പറയുക, തീരെ ഒരു ദാരിദ്ര്യം പിടിച്ചൊരു സ്ഥലമൊന്നും അല്ലല്ലോ. അതുകൂടെ പറയാൻ വിട്ടുപോയി കേട്ടോ. അതായത് ഇന്ത്യയിലെ 6th ക്ലീനസ്റ്റ് സിറ്റിയാണിത്. നമ്മൾ പലപ്പോഴും കേരളത്തെ പറ്റിയൊക്കെ ഭയങ്കര സംഭവം എന്ന് പറയുന്നത്, നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴത്തെ പുതിയ നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളും കാണുമ്പോഴാണ് കേരളത്തെക്കാളൊക്കെ എത്ര നീറ്റാണ് ഈ സ്ഥലം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മോശം സ്ഥലമല്ല. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ കോഴ്സ് ഇത്രയും കുറയുന്നത്? ഇതിൻ്റെ മാനേജ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ MSFL, മാർവാടി സ്റ്റോക്സ് ആൻഡ് ഫിനാൻസ്, അതുപോലെ ചന്ദാറാണ ഗ്രൂപ്പ്, ഇവർ വലിയൊരു ഗ്രൂപ്പ് തന്നെയാണ്. രാജ്കോട്ട് ഇവരുടെ ഹോം സിറ്റിയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഒരു മൾട്ടിപ്പിൾ ക്യാമ്പസ് ഇട്ടിട്ട് ഇതൊരു ബിസിനസ് ആക്കി കൊണ്ടുനടക്കുന്ന ഒരു രീതിയല്ല ഇവിടെ ഉള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്വാളിറ്റിയിൽ നല്ല ഫോക്കസ് കൊടുക്കുന്നുണ്ട്. അപ്പം ലെറ്റ് us ബിൽഡ് ക്വാളിറ്റി ഹിയർ, ദെൻ പിന്നെ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്യാന്നുള്ളൊരു പോളിസിയാണ് ചെയ്യുന്നത്. നേരത്തെ ഇത് എഞ്ചിനീയറിംഗ് കോളേജ് ആയിരുന്നു, പിന്നീടാണ് നമ്മളത് യൂണിവേഴ്സിറ്റി ആയിട്ട് ഈ രീതിയിലേക്ക് സ്പ്രെഡ് ഔട്ട് ആവുന്നത്. അല്ല, ഇത് ഗുജറാത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി. അങ്ങനെ തന്നെയാണ്. ഈ ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത് എത്ര ഏക്കർ ഉണ്ടാവും? വലിയൊരു ക്യാമ്പസ് ആണല്ലോ. ഇതിപ്പോ എനിക്ക് ഏക്കർ കണക്ക് കുറേ ഉണ്ട്. വളരെ വലിയൊരു ക്യാമ്പസ് ആണ്. പിന്നെ റീസെന്റ് ഞങ്ങൾ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്തു. 2 വർഷത്തേക്കും ലാൻഡൊക്കെ അക്വയർ ചെയ്ത് നമ്മൾ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്തു. പക്ഷേ നമുക്ക് കാണാം, രാജ്കോട്ട് കാണാം, ബിൽഡിങ്സ് എല്ലാം വെർട്ടിക്കലി അപ്പാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പം 6 ഫ്ലോർസേ ഉള്ളൂ. ഇതിന്റെ ബാക്കിലേക്ക് ചെല്ലുമ്പോൾ 10 ഫ്ലോർസ് ആവും ബിൽഡിംഗ്. എല്ലാം പ്രോപ്പർ ലിഫ്റ്റും കാര്യങ്ങളും സ്റ്റുഡൻസിനും എല്ലാം കൊടുത്ത് ആ ഒരു രീതിയിലാണ് ക്യാമ്പസ് മൂവ് ചെയ്യുന്നത്. ഇവിടെ യൂണിഫോം ഭയങ്കര രസമാണ്. ഓരോ കോഴ്സ് പഠിക്കുന്നവർക്ക് ഓരോ കളറുള്ള യൂണിഫോം. അത് ടീഷർട്ടുകളാണ് ഇവർക്ക്. അതായത് ട്രൗസേഴ്സ് ഏത് വേണമെങ്കിലും അവർക്ക് വെയർ ചെയ്യാം. ടീഷർട്ട് അവരവരുടെ സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് എഞ്ചിനീയറിംഗിനൊരു ഇത്, ഹെൽത്തിനൊരു ഇത്, മാനേജ്മെന്റിനൊരു ഇത്, അങ്ങനത്തെ ഒരു ടീഷർട്ട് യൂണിഫോം സിസ്റ്റം ആണുള്ളത്. എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടാവും? നമുക്കൊരു 10,000+ സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ. നമുക്ക് അതിൽ കുറേ പേര് ഇന്റർനാഷണൽ സ്റ്റുഡൻസും ഉണ്ട്. ഒരു നല്ല
നമ്പർ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ എനിക്ക് ബുർക്കിന ഫസോ, റുവാണ്ട, സുഡാൻ എന്നെ സംബന്ധിച്ച് എൻ്റയർലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ പല രാജ്യത്തു നിന്നുള്ള സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്. സ്റ്റേറ്റ് വൈസ് നോക്കുവാണെങ്കിലും ആന്ധ്രയിൽ നിന്നുള്ളവർ, തെലങ്കാന, കേരള, ഈവൻ തമിഴ്നാട്ടിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ സൗത്തിൽ നിന്ന് തന്നെ നല്ലൊരു എമൗണ്ട് സ്റ്റുഡൻസ് ഉണ്ട്. മലയാളികൾ അത്രയും വന്നുകൊണ്ട് ഇവിടെ ഉള്ള മലയാളികൾ അധികവും ഈ ഞാൻ പറഞ്ഞത് രാജ്കോട്ട് സെറ്റിൽഡ് മലയാളീസ് ആണ്, അവരാണ് കൂടുതലും. അല്ലാത്തവരും ഉണ്ട്. അല്ലാത്തവരധികം PG കോഴ്സസിന് നല്ലൊരു നമ്പർ ഉണ്ട്. UG വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം, കാരണം ആൾക്കാർ അറിഞ്ഞു വരുന്നേ ഉള്ളൂ നമ്മുടെ സൈഡിലേക്ക്. ഇത് ഈ ബുർക്കിന ഫാസോലൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് അവിടെയും പിടിയുണ്ട് എന്ന് ജോമിക്ക് പറയാവുന്ന അവസരമല്ലേ? അതെ, ഇപ്പൊ അറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ സ്റ്റുഡന്റുമായിട്ട് സംസാരിക്കുമായിരുന്നു. പുള്ളി റുവാണ്ടേന്നാണ്. പുള്ളി പറഞ്ഞു പുള്ളിക്ക് ഇവിടെ പുള്ളിയുടെ PG കഴിഞ്ഞു, ഇനി PhD എടുത്താലാണ് ഫാദറിന്റെ സ്വത്ത് കിട്ടുള്ളൂ. സ്വത്ത് എന്താന്ന് ഞാൻ ചോദിച്ചു. അവിടെ ഞങ്ങൾ കുന്നുകളുടെ എണ്ണത്തിലാണ് സ്ഥലം പറയുന്നത്. എനിക്ക് 7 കുന്നുകളാണ് എനിക്ക് പിതൃസ്വത്ത് കിട്ടാനുള്ളത്. PhD കഴിഞ്ഞാലേ തരുള്ളൂ, അതുകൊണ്ട് ഞാൻ PhD എടുത്തിട്ട് ഇവിടുന്ന് പോകുന്നതാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ ഈ ബുർക്കിന ഫാസോയിൽ 7 കുന്നുള്ള ഒരാളെ ഞാൻ അതുവരെ ഉണ്ട് എന്റെ സ്റ്റുഡന്റ് ആയിരുന്നല്ലേ? ഇവരെങ്ങനെ ഈ ഫുഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഇവിടെ വെജും നോൺ വെജും 2 ഇതുണ്ട്. അപ്പൊ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അധികം നോൺ വെജ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ക്യാൻറ്റീൻ ഉണ്ട്. ഇവിടുത്തെ ക്യാൻറ്റീനിലും ഹോസ്റ്റലിലും 2 ഹോസ്റ്റലിൽ സെപ്പറേറ്റ് ക്യാൻറ്റീൻ കൊടുത്തിട്ടുണ്ട്. നോൺ വെജിന് സെപ്പറേറ്റ് ക്യാൻറ്റീൻ ഉണ്ട്, വെജ് ക്യാൻറ്റീൻ വേറെ ഉണ്ട്. അപ്പൊ നമ്മൾ കേരളത്തിന്റെ ഒരു ആംഗിളിൽ ഒന്ന് കുറച്ച് സംസാരിക്കാം. കാരണം കേരളത്തിലുള്ളവരാണ് നമ്മൾ കാണുന്നത്. അപ്പൊ കേരളത്തിലെ സ്റ്റുഡൻസ് ഇവിടെ വരികയാണെങ്കിലും ഈ പറഞ്ഞ ഫുഡ് തീർച്ചയായിട്ടും അവർ വെജ് ഫുഡും നോൺ വെജും കിട്ടുന്നുണ്ട്. ഈ ഹോസ്റ്റൽ ഫെസിലിറ്റി എങ്ങനെയാണ്? ഹോസ്റ്റൽ ഫെസിലിറ്റി നമുക്ക് ഈ ക്യാമ്പസിന്റെ അകത്തുള്ള ഹോസ്റ്റൽസ് കൂടാതെ നമ്മൾ പുറത്ത് ഹോസ്റ്റൽസ് എടുത്തിട്ട് സ്റ്റുഡൻസിനെ നമ്മൾ യൂണിവേഴ്സിറ്റി ബസ്സിന് കൊണ്ടുവരുന്ന പരിപാടിയാണ്. അപ്പം റൂംസ് അതനുസരിച്ച് റൂംസിന്റെ നമ്പർ അനുസരിച്ച് 4 സ്റ്റുഡൻസ് ആണോ 6 സ്റ്റുഡൻസ് ആണോ അതനുസരിച്ച് അതിന്റെ ഫീസും കാര്യങ്ങളും അതനുസരിച്ചുണ്ട്. AC റൂംസ് ഉണ്ട്, നോൺ AC റൂംസ് ഉണ്ട്. സേഫ് ആണ്. രാജ്കോട്ട് ഏറ്റവും വലിയ കാര്യം, രാജ്കോട്ട് ഒരു സേഫ് സിറ്റിയാണ്. രാത്രി 11 o'clock 12 o'clock വരുന്ന നോക്കി ചുറ്റും ആൾക്കാർ കാണും. ലേഡീസിനെല്ലാം വളരെ സേഫ് ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് രാജ്കോട്ട്. ജോമി ഇപ്പൊ എത്ര ഇപ്പൊ ഇവിടെ? ഞാനിപ്പോ ഒരു 1.5 വർഷത്തോളമായി ഞാനിവിടെ വന്നിട്ട്. ഞാൻ ഇതിനു മുമ്പ് തമിഴ്നാട്ടിലായിരുന്നു PhD ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ IIT ഖരഗ്പൂർ, ബംഗാളിലായിരുന്നു. അപ്പം എല്ലാ സ്ഥലത്തും പോകുന്നതുകൊണ്ട് നമുക്ക് ഒരു സ്ഥലം കാണുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ എന്തുമാത്രം സേഫ് ആണ് ഇതാണെന്നൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ രാജ്കോട്ടിനെ സ്നേഹിച്ചു തുടങ്ങി. ഫാമിലിയായിട്ട് തന്നെ ഇവിടെ തന്നെ ഉണ്ട്. വൈഫുണ്ട്, മോനുണ്ട്. മോനിവിടെ ഇപ്പൊ LKG അഡ്മിഷൻ എടുത്തു. ഇവിടെയൊക്കെ സെറ്റിൽ ആകാനുള്ള ഒരു പരിപാടിയാണ്. ശരി. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ കേരളത്തിലോ അല്ലെങ്കിൽ ഇപ്പം ഈവൻ തമിഴ്നാട്ടിൽ പഠിച്ചപ്പോൾ നമ്മുടെ ലാംഗ്വേജ് ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഈ മലയാളി കുട്ടികളുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ PhD വരെ പഠിച്ചാൽ പോലും നല്ല രീതിയിൽ ഇംഗ്ലീഷ് പോലും കേരളത്തിൽ പഠിച്ചാൽ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഒരു എന്താ പറയുക പഠിപ്പിക്കുന്ന രീതി അതാണെന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ എക്സ്പോഷർ കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഗുജറാത്ത് പോലുള്ള സ്ഥലത്തൊക്കെ വന്ന് പഠിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി, ഗുജറാത്തി അങ്ങനെ നിങ്ങൾക്ക് അല്ലേ ഇന്ത്യയിൽ എവിടെയും ലാംഗ്വേജ് ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ കൾച്ചറൽ എക്സ്പോഷർ വലിയൊരു കാര്യമാണ്. നമ്മളിപ്പം ബാംഗ്ലൂർ പോയോ അല്ലെ ബോംബെ പോയോ പൂനെ പോയോ ഈവൻ പുറത്ത് പോയി ജോലി ചെയ്യുമ്പോഴും പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള ഇവിടെ പഠിച്ചു കഴിയുമ്പോൾ ഒരു ഐഡിയ കിട്ടും. നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരു മെജോറിറ്റി സ്റ്റുഡൻസ് തെലുഗു സ്റ്റുഡൻസ് ആയിരിക്കും, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ കൾച്ചറലി ഡിഫറെന്റ് പീപ്പിൾ ആണല്ലോ. അപ്പോൾ അവരുടെ കൂടെയുള്ള ഈ ഒരു എന്താ പറയുക കമ്പൈൻഡ് വർക്കും ഗ്രൂപ്പ് പ്രൊജക്ട്സും എല്ലാം കഴിയുമ്പോൾ തന്നെ നമുക്കൊരു കുറച്ചുകൂടി ഒരു ഇത് കിട്ടും, ഒരു മെച്യൂരിറ്റി കിട്ടും ഇങ്ങനെ ഒരു ക്രൗഡിൽ പോയി വർക്ക് ചെയ്യുന്നതിന് വേണ്ടി. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ബാംഗ്ലൂർ പോയി പഠിച്ചാൽ പോലും മലയാളികളുമായിട്ട് കൂടുതൽ ഇൻട്രാക്ഷൻ അല്ലേ? ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ വീക്കെൻഡ്സിൽ നാട്ടിലേക്ക് ഓടിപ്പോകാൻ ഒരു ടെൻഡൻസി വന്നു. ഇവിടെ ആരും വീക്കെൻഡ്സിൽ നാട്ടിലേക്ക് ഓടിപ്പോകത്തില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് സ്റ്റുഡൻസ് ഈ വീക്കെൻഡ്സിൽ ഓടിപ്പോകുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ലോസ് ആണ്. കാരണം എല്ലാ യൂണിവേഴ്സിറ്റികളും ഇപ്പൊ ഇവിടെയാണെങ്കിൽ പ്രത്യേകിച്ച് എന്നും എപ്പോഴെങ്കിലും എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കും. സ്റ്റുഡൻസ് എപ്പോഴും ക്യാമ്പസിൽ തന്നെ ഉണ്ടെങ്കിൽ ഈ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ അവരെ കൂടുതൽ എന്താ മൈക്രോ ക്രെഡൻഷ്യൽ കോഴ്സസ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ഇൻഡസ്ട്രിയൽ ടൈപ്പ് ഉണ്ട്. ഈവൻ ഞങ്ങളുടെ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. അപ്പം ഇവിടെ സാറ്റർഡേ സൺഡേ ഇവിടെ ക്ലാസ് ഇല്ലാത്ത സമയത്ത് ഇൻഡസ്ട്രി പോയി വർക്ക് ചെയ്യുന്നവരുണ്ട്. ഒരു സെക്കൻഡ് ഇയർ ഒക്കെ കഴിയുമ്പോൾ ഇന്റേൺഷിപ്പ് പോകുമ്പോൾ ആ കമ്പനിക്കാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മോനെ നീ ശനിയാഴ്ച ഞായറാഴ്ച വന്നു എന്ന് പറയും. നമ്മുടെ നാട്ടിൽ പലരും ഇന്റേൺഷിപ്പ് അങ്ങോട്ട് പൈസ കൊടുത്താൽ മേടിക്കുന്നത്, ഇവിടെ ഇങ്ങോട്ട് പൈസ തരും ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. കാരണം ഇവിടെ നല്ല കുറെ കമ്പനികളുണ്ട്, വലിയൊരു ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് രാജ്കോട്ട്. പ്രത്യേകിച്ച് MSMEs ഒരുപാടുണ്ട്. അപ്പൊ ഈ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ശരിക്കും ഇവിടെയാണ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. നമ്മളവിടെ പലതും ലാബിൽ മാത്രമല്ലേ കാണുന്നുള്ളൂ. അത് മിനി സ്കെയിൽ മെഷീൻസും മൈക്രോ സ്കെയിൽ മെഷീൻസിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നത്. റിയൽ മെഷീൻസിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കോഴ്സ് കഴിയുന്നതിന് മുമ്പ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതുപോലെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം MBA ഒക്കെ ആണെങ്കിൽ ഈ ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ്, ഡെറിവേറ്റീവ്സ്, വെഞ്ചേഴ്സ്, അതുപോലെ ഷെയർസ്, ട്രേഡിങ്, ഗുജറാത്താണ് അതിനെ പറ്റി ഏറ്റവും വലിയ സ്ഥലം. ഞാൻ ഈ യൂണിവേഴ്സിറ്റി ബസ് വരുമ്പോൾ ശ്രദ്ധിക്കും, നമ്മുടെ നാട്ടിലെ പിള്ളേർ ഇങ്ങനെ ഫേസ്ബുക്കിൽ റീൽസ് കാണും, ഇൻസ്റ്റയിൽ റീൽസ് കാണും. ഇവിടുത്തെ പിള്ളേർ ഇന്ന് ഷെയർ മാർക്കറ്റിലെ പ്രൈസ് നോക്കും. അതുപോലെ തന്നെ യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇന്ന് ഓയിൽ കമ്മോഡിറ്റി പ്രൈസ് നോക്കും, ഗോൾഡ് എങ്ങനെയാ, ഓയിൽ എങ്ങനെയാ, സിൽവർ എങ്ങനെയാ. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെ ഫുൾ ഡിസ്കഷൻ ഗോൾഡിന്റെ സിൽവറിന്റെ ഫ്ലക്ച്വേഷൻ. പിള്ളേരും അതെ, സ്റ്റാഫും അതെ. അവര് എല്ലാ പൈസയും അവർ ഇൻവെസ്റ്റ് ചെയ്യുവാണ്.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള യൂട്യൂബേഴ്സിനൊക്കെ ഇവിടെ ഭയങ്കര മോശം അവസ്ഥയായിരിക്കും കേട്ടോ. കാരണം അവർക്ക് അതൊരു ബിസിനസ് ആക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ പിള്ളേർ കുറച്ചുകൂടി അവെയറാണ്. യൂട്യൂബ് അവർ മൊത്തം ന്യൂസ് ചാനലുകളും കൃത്യമായ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്ത് അപ്പം MBA ഒക്കെ പഠിക്കുന്ന പിള്ളേരെ ചെയ്യുമ്പോൾ തന്നെ ഇതിലെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ടാണ് പോകുന്നത്. അല്ലാതെ പുറത്തിറങ്ങിയിട്ട് വേറൊരാളുടെ ഇതുകൊണ്ടല്ല ചെയ്യുന്നത്. അപ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണ്. പിന്നെ ഒരു നല്ല ശതമാനം ആൾക്കാർക്ക് സ്വന്തം ബിസിനസ് ഉണ്ട് ഗുജറാത്തിൽ നിന്നുള്ളവർക്ക്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 അഡ്വാൻറ്റേജ് ആണ്. ഒന്ന്, അവർക്ക് അധികം പ്ലേസ്മെന്റ് ഒന്നും വേണ്ട. അവർക്ക് ഫാമിലി ബിസിനസ് ഏറ്റെടുത്താൽ മതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾക്കൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികൾ വരുന്നു, പിള്ളേർ ഇതിൽ ഇരിക്കാൻ റെഡിയല്ല. ഞങ്ങൾ സിറ്റി വിട്ട് പോകില്ല, ഞങ്ങളുടെ ബിസിനസ് ഇവിടെയാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സൗത്ത് ഇന്ത്യൻ കിഡ്സിനോട് ഇവിടെ ഒരു പ്രത്യേക സ്നേഹമുണ്ട്. കാരണം അവർ പഠിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പ്ലേസ്മെന്റിന് പോകാൻ അവർക്ക് താല്പര്യമുണ്ട്. ദേ വിൽ വർക്ക് എനിവേർ. നമുക്ക് ബാംഗ്ലൂർ വർക്ക് ചെയ്യാം, ഗുജറാത്തിൽ വർക്ക് ചെയ്യാം, ബോംബെയിൽ വർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു അപ്പോൾ അതൊരു അടുത്തൊരു ചോദ്യമാണ്. ഈ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്രത്തോളം യൂണിവേഴ്സിറ്റി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് കോഴ്സിന്റെ പ്ലേസ്മെന്റ്? ഇപ്പോഴത്തെ പ്ലേസ്മെന്റ് വളരെ നല്ല രീതിയിൽ തന്നെയുണ്ട്. ഇപ്പം പ്ലേസ്മെന്റിന് കൊടുക്കാൻ കുട്ടികളില്ല എന്നുള്ളതാണ് ഞങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഗ്രൂപ്പിന്റെ ആ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കമ്പനീസ് ആയിട്ട് ടൈ അപ്സ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇൻഡസ്ട്രിയൽ മീറ്റ്സ് ഇവിടെ നടത്തുന്നുണ്ട്. ഇൻഡസ്ട്രി എന്നുള്ള ആൾക്കാർ വരും, എങ്ങനെ കൊളാബറേറ്റ് ചെയ്യാം, അത് റിസർച്ച് വൈസ്. അപ്പൊ അങ്ങനെ ഒരു ഇത്. പിന്നെ ഒരു സ്റ്റാർട്ടപ്പ് സിസ്റ്റം തന്നെയുണ്ട്, എക്കോ സിസ്റ്റം തന്നെ നമ്മളുടെ യൂണിവേഴ്സിറ്റി ലെവലിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇയർ തന്നെ ഈ കുട്ടികളെ എല്ലാം നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് ഇതിൽ ഒരു കമ്പൾസറി സെഷൻ ഉണ്ട് അവർക്ക്. അപ്പോൾ ചെന്ന് കഴിയുമ്പം കുട്ടികൾക്ക് സ്വന്തമായിട്ടൊരു ഐഡിയ ഉണ്ട്, അവർക്കൊരു ടീമുണ്ട്. എങ്ങനെ ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ സ്റ്റാർട്ടിങ് ഐഡിയ സ്റ്റേജ് മുതൽ ഈ കമ്പനി ഫ്ലോട്ട് ചെയ്യുന്നോടം വരെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അവർക്ക് പേറ്റന്റ് എടുക്കാൻ വേണ്ട ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ പേറ്റന്റിന് വേണ്ടി എന്തെങ്കിലും പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ലാബ് ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ അതിനെ കമ്പനി ഫ്ലോട്ട് ചെയ്യാൻ വേണ്ട ഹെൽപ്പ് കൊടുക്കും. ഇവിടുത്തെ ഫാക്കൽറ്റി മെമ്പേഴ്സിന് ഈ ഇത് യൂസ് ചെയ്യാം. ഞാനും എന്തെങ്കിലും ബിസിനസ് ഉണ്ടെന്ന് വിചാരിച്ചോണ്ടിരിക്കും. എൻ്റെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ 15 പേരുള്ളതിൽ 7 പേർക്ക് സ്വന്തം കമ്പനിയുണ്ട്. ഒരാൾക്ക് പെർഫ്യൂമാണ്, ഒരാൾക്ക് എന്താ പറയുന്നത് ഈ കാസ്റ്റിങ്ങിന്റെ ഞങ്ങളുടെ മാനുഫാക്ചറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റാണ്, ഒരാൾ എനർജി ഓഡിറ്റ് ഏജൻസി നടത്തുന്നു. അപ്പം പാരലി സ്വന്തം ബിസിനസ്സും ഉണ്ട്. അപ്പം ഈ സ്വന്തം ബിസിനസ് നടത്തുമ്പം ഉള്ള ഒരു ഐഡിയ ഉണ്ടല്ലോ, പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് അവർക്ക് അറിയാം. ശരിയാണ്. ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു ബിസിനസ് ഒരു സ്ഥലം തന്നെ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതിലേക്ക് അല്ലേ എപ്പോഴും ഇതാ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ബിസിനസ് ചെയ്യുന്നു, അതാണ് എല്ലാവരും കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ വല്ലാതെ സഹായിക്കുന്നുണ്ട്. കുട്ടികൾക്ക് അത് പകർന്നു കിട്ടുവാണ്, പഠിക്കുന്നവർക്ക് അത് പകർന്നു കിട്ടുവാണ്. പിന്നെ എല്ലാവർക്കും കണക്ഷൻസ് ഉണ്ട് ഇവിടെ ഇൻഡസ്ട്രീസുമായിട്ട്. നമുക്കിപ്പോൾ ഒരു ഇന്റേൺഷിപ്പ് അറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ പോകാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ നമ്മൾ ക്യാമ്പസിൽ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ സ്റ്റാൻഡ് ലോൺ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ലാബിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഞാനിപ്പോ ഇവിടെ 2-3 പ്രൊജക്ട് ചെയ്തു. അപ്പൊ എല്ലാം ചെയ്യുന്ന ഇവിടെ അടുത്തുള്ള ഇൻഡസ്ട്രികളുടെ ഫെസിലിറ്റീസ് ഉപയോഗിച്ചാണ്. അവിടെ ഇൻഡസ്ട്രിക്ക് ആഴ്ചയിൽ ഒരു അവധി ഉണ്ട്. അപ്പൊ ഞങ്ങൾ പോയി ഞങ്ങളുടെ ഇത് ചെയ്യും. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ചോദിക്കും, അവർ പെർമിറ്റ് ചെയ്യും. പിന്നെ ഓൾറെഡി ഇവിടുത്തെ അലുമിനി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കമ്പനി ഓണേഴ്സ് ഇവിടെ നിന്നാണ് ഇത് ചെയ്യുന്നത്, ഡിഗ്രി എടുക്കുന്നത്. അപ്പം കേരളത്തിൽ ഒരു സാധ്യതയില്ലാത്തൊരു കാര്യം പറഞ്ഞ ഇൻഡസ്ട്രിയിൽ പോയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ സെമസ്റ്റർ പഠിപ്പിച്ച ലൈക്ക് 60 സ്റ്റുഡൻസിൽ 20 സ്റ്റുഡൻസിന് സ്വന്തം കമ്പനിയുണ്ട്. അപ്പൊ അതാണ് ഡിഫറൻസ്. അതുപോലെ നമ്മളവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് ഈ ഇന്റർനാഷണൽ യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ധാരാളമാണ്. ഒരുപാട് കൺട്രീസുമായിട്ട് നമുക്ക് ടൈ അപ്പ് ഉണ്ട്. അപ്പം ഈ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്ക് റാങ്കിങ് ഒക്കെ നല്ലതായതുകൊണ്ടും പിന്നെ ഗുജറാത്ത് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരുപാട് സപ്പോർട്ടിങ് സ്കീംസ് ഉണ്ടല്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമുക്ക് തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കുറേ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ കുറെ കണക്ഷൻസ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ സ്റ്റുഡൻസ് പോകുന്നുണ്ട്, പല രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. പോയി അവരുടെ പ്രൊജക്ട് കാര്യങ്ങൾ ചിലപ്പോൾ ചിലർ ഒരു സെമസ്റ്റർ തന്നെ അവിടെ ഫുള്ള് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും. പിന്നെ കൊളാബറേറ്റ് ചെയ്ത് റിസർച്ച് ചെയ്യുന്ന ഒരുപാട് ഫാക്കൽറ്റി ഉണ്ട് ഇന്റർനാഷണൽ ലെവലിൽ. എന്തായാലും ക്യാമ്പസ് അതിമനോഹരമാണ്. പറയാറിയാമല്ലോ ഇത്രയും 10,000 കുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസ് എന്ന് പറയുമ്പോൾ 3 ഷിഫ്റ്റാണ് ശരിക്കും നമുക്ക് ഇവിടെ ഉള്ളത്. അതായത് 7:30 ഒരു ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ 8:30 9:30. അപ്പം 3 ഷിഫ്റ്റിലായിട്ട് സ്റ്റുഡൻസ് ഇവിടെ വരുന്നത്. ഫാക്കൽറ്റിക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമുക്ക് 7 hour 45 minutes ആണ് നമ്മുടെ ഷിഫ്റ്റ്. അപ്പം എനിക്ക് എൻ്റെ ക്ലാസ് അനുസരിച്ച് വേണമെങ്കിൽ 7:30 വരാം, 8:30 വരാം, 9:30 വരാം, വേണമെങ്കിൽ 10 വന്നിട്ട് അരമണിക്കൂർ റെസ്റ്റ് ആയിട്ട് പോവാം. അപ്പൊ നമുക്കൊരു റിസർച്ചിൽ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാൾക്കുകളെ സംബന്ധിച്ച് വളരെ ഹെൽപ്ഫുൾ ആണ് ഇത്. ശരിയാണ്. ഇപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് ആംഫി തിയേറ്റർ, പിന്നെ ഫുഡ് കോർട്ട്, സ്പോർട്സ് ഗ്രൗണ്ട്സ്, ഹോസ്റ്റൽസ്, അതെല്ലാം ആ കാണുന്ന വലിയ ഹോസ്റ്റൽ ബിൽഡിംഗ് ആണ്. മെഡിക്കൽ സെന്റർ ഒക്കെ ഉണ്ട്. ഉണ്ട് ഇവിടെ. അതുപോലെ ഫിസിയോതെറാപ്പിക്ക് സ്വന്തം OPD ഒക്കെ ഉണ്ട്. ഇത് വേറൊരു ബിൽഡിംഗ് ആണ്. റൈറ്റ് സൈഡ് ഇവിടെ കുറെ കാര്യങ്ങൾ ഇവിടെ നേഴ്സിംഗ്, ലോയ, MBA എല്ലാം എവിടെയാണ്. റാങ്കിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. US വേൾഡ് റാങ്കിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. യംഗസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ ടു ഡെബ്യൂ അറ്റ് 353, ടോപ്പ് ഇൻ ഏഷ്യ 100, ഗുജറാത്ത് നമ്പർ 1,
ഈ NIRF എന്ന് പറയുന്നത് നമ്മൾ ഈ മേഖലയിലത്തിൽ NIRF എന്ന് പറയുന്നത് അത് ഈ നാഷണലി നമ്മുടെ ഫ്രെയിം വർക്ക് വെച്ചിട്ട് നമ്മൾ ഗവൺമെന്റ് ഓരോ സെക്ടറിലും ഫാർമസി എഞ്ചിനീയറിംഗ് ഓരോ സെക്ടറിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റാങ്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗിന്റെ 200 to 300 ബാൻഡിലാണ്. ഫാർമസിയാണ് നമ്മൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് 100 to 125 ബാൻഡിൽ. ഇത് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി അത് 2016-ലാണ്. അപ്പോൾ അത്രയല്ലേ നമ്മൾ ആയിട്ടുള്ളൂ. നമ്മൾ വിതിൻ ഇയേഴ്സ് നമ്മൾ ഇത് ഈ ബാൻഡൊക്കെ ക്രോസ് ചെയ്യും, നമ്മൾ അകത്തേക്ക് എത്തും. അതുപോലെ നാക്കിന്റെ A++ ആയി ഇപ്പോൾ ഏകദേശം A+ ആണ്. A++ലേക്കുള്ള വഴിയിലാണ്. വലിയ താമസമൊന്നും ഇല്ല. ഇതൊരു കിടിലം ബിൽഡിംഗ് ശരിക്കും പറഞ്ഞാൽ നമ്മള് സത്യാർത്ഥി ബിൽഡിംഗ് എന്നാണ് എന്റെ പേര്. IT കമ്പനികളുടെ ഒക്കെ ബിൽഡിങ്ങിനെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വമ്പൻ ബിൽഡിംഗ്. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പം ഞാനൊക്കെ പഠിച്ച മഹാരാജ് കോളേജിലൊക്കെയാണ്. നമ്മളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്യാമ്പസ് മൊത്തം പിള്ളേർ അലഞ്ഞു നടക്കുന്നുണ്ട്. ഇതെന്താ ഇവിടെ എല്ലാവരും വന്ന് നേരെ അകത്ത് ഷിഫ്റ്റ് അങ്ങനെയാണല്ലോ. ഇപ്പോൾ 7:30 വന്നു, അവർ നേരെ ക്ലാസ്സിൽ കയറുന്നു. അവർക്ക് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ അവർ ഞാൻ ഈ പറഞ്ഞ പോലെ അവരുടെ സ്വന്തം സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലമുണ്ട് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ അവിടെ പോയി വർക്ക് ചെയ്യും. ലൈബ്രറിയിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരുണ്ട്. അല്ലാതെ ചെറിയ ഇതുണ്ട്. പക്ഷെ ആരും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ. എങ്ങനെ എന്തെങ്കിലും ഫ്രീ ടൈം ഉണ്ടെങ്കിൽ അവർ സിൽവറിന്റെ ഗോൾഡിന്റെ വില പ്രൈസ് നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മൾ UK-ലും കാനഡയിലും US-ലും ഒക്കെ ഉള്ള ധാരാളം യൂണിവേഴ്സിറ്റിയിലും പോയിട്ടുണ്ട്. അവിടുത്തെ ഒരു ആംബിയൻസ് ശരിക്കും സീരിയസ്ലി വിന്ററിൽ കുറച്ചുകൂടി നല്ല ആംബിയൻസ് ആണ്. ഇതിപ്പോ ഒടുക്കത്തെ ചൂടാട്ടോ. നമ്മൾ രാവിലെ ഇപ്പൊ 7:30 ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ ഇപ്പോഴത്തെ അതൊരു ഇത്തവണ മാർച്ചിൽ ചൂടിച്ചിട്ട് നേരത്തെ വന്നു. അല്ലെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ ഇവിടെ ചൂടാണ്. പക്ഷെ പിള്ളേർക്ക് അത് ബാധിക്കില്ല. കാരണം അവർ മെയ് സെക്കൻഡ് വീക്ക് ആകുമ്പോൾ എക്സാം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോകും. പിന്നെ അവർ തിരിച്ചു വരുന്നത് ജൂലൈയിലാണല്ലോ. അപ്പം ജൂലൈയിൽ വരുമ്പോഴത്തേനും ചൂടൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ നവംബർ ടു ഫെബ്രുവരി റിയലി ഗുഡ് ആണ്. കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു സംഭവമാണല്ലോ വിന്റർ. എന്നാ ഡൽഹി പോലെ അത്ര എക്സ്ട്രീം വിന്റർ ഇല്ല, ഒരു സുഖകരമായ ഒരു വിന്റർ ആണ്. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഞാൻ ഇപ്പോൾ ചോദിക്കണം. ഞാനൊരു പേരൻ്റാണ്. കേരളത്തിൽ നിന്നൊരു എൻ്റെ മോനെയോ മോളെ ഇവിടെ ചേർക്കാൻ വരണം. വൈ ഷുഡ് ഐ കം ഹിയർ എന്നുള്ളൊരു ഉത്തരം എന്താണ് ഇത്രയും കാലം പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ജോമിക്ക് തോന്നിയത്? ഒന്ന്, ഒരു വലിയ എക്സ്പോഷറാണ് ഈ ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് ഇത്രയും സ്റ്റേറ്റിൽ നിന്നുള്ള സ്റ്റുഡൻസുമായിട്ടുള്ളത്. 2, ഇനിയിപ്പോൾ കോളേജുകൾക്കല്ല പ്രസക്തി, യൂണിവേഴ്സിറ്റികൾക്കാണ് പ്രസക്തി. കാരണം നമ്മളിപ്പോൾ എല്ലാം ഇന്റർ ഡിസിപ്ലിനറിയാണ്. ഇപ്പം ഞാൻ മെക്കാനിക്കലുള്ള ഒരാളാണ്, പക്ഷെ ഞാൻ റിസർച്ച് ചെയ്ത് ഇലക്ട്രോണിക്സും കെമിസ്ട്രിയും കൂടെ കൂടിയ ഒരു ഏരിയയിലാണ്. എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും പല പല ആംഗിളാണ്. ഒരു ഫീൽഡ് മാത്രം അറിയാവുന്ന ആൾക്കാർ ഇനി ആൾക്കാർക്ക് ഇപ്പൊ AML ആണെങ്കിൽ ഇപ്പൊ നമുക്കിവിടെ മെക്കാനിക്കൽ വിത്ത് AML കോഴ്സ് ഉണ്ട്, മെക്കാനിക്കൽ വിത്ത് റോബോട്ടിക്സ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ഫീൽഡും കൂടെ എക്സ്ട്രാ അറിയുന്ന ആൾക്കാർക്ക് അഡീഷണൽ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ യൂണിവേഴ്സിറ്റി ആകുമ്പം ഈവൻ കോഴ്സ് സെയിം ആണെങ്കിൽ പോലും ഒരു അഡീഷണൽ ഫീൽഡിൽ നമുക്കൊരു മൈക്രോ ക്രെഡൻഷ്യൽ എടുക്കാം, അല്ലെങ്കിൽ കോഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നടത്തിയിട്ട് നമുക്ക് അതിൽ പഠിക്കാം, അതിലൊരു പ്രൊജക്റ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്ന ലോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അപ്പം ഹെൽത്തിൽ സ്റ്റാർട്ടപ്സ് ഉണ്ട്. അപ്പം ഫിസിയോതെറാപ്പിയിൽ അവരുടെ എന്താ പറയുന്നത് അവരുടെ ചില എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്, അതിനുള്ള പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്. ഈ 2 ഡിപ്പാർട്ട്മെന്റ് ഉള്ളതുകൊണ്ടാണല്ലോ ഇത് നടക്കുന്നത്. അപ്പൊ യൂണിവേഴ്സിറ്റികൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി. ഒരു സ്റ്റാൻഡ് ലോൺ എഞ്ചിനീയറിംഗ് കോളേജിനോ സ്റ്റാൻഡ് ലോൺ നഴ്സിംഗ് കോളേജിനോ കാര്യമായിട്ട് ഇപ്പൊ നമ്മുടെ നഴ്സസ് പലരും പുറത്തു പോയിട്ട് എന്നോട് പറയാറുണ്ട്, ഇപ്പൊ ഈ കമ്പ്യൂട്ടർ സ്കിൽസ് വളരെ പൂർണ്ണ. +2 വരെ കിട്ടിയാൽ ഓക്കെ ഫൈൻ, അതില്ലാന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിയുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ അത് പ്രശ്നമില്ല. കാരണം ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് പഠിക്കുമ്പോൾ അവർക്ക് അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, ഒരു ബേസിക് എൻവറോൺമെന്റ് ഉണ്ട്. ചിലർ ഇതിൽ ഡാറ്റാ സയൻസിൽ ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു ഡാറ്റാ സയൻസിൽ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, അത് ഫ്യൂച്ചറിൽ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ അതെല്ലാം ഉണ്ട്. പിന്നെ ഇതൊക്കെ ഒരു കാര്യം. പിന്നെ പ്ലേസ്മെന്റിന് വേണ്ടിയാണല്ലോ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം മാക്സിമം കമ്പനീസിനെ ഇവിടെ എത്തിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്. ബാക്കി ഇത് നോക്കുമ്പം ലൈക്ക് ഇപ്പം ഞാനിപ്പോൾ മെക്കാനിക്കൽ ആയതുകൊണ്ട് പറയുവാണ്, ഇപ്പം മാനുഫാക്ചറിങ് നമുക്കറിയാം നമ്മൾ കേരളത്തിൽ എത്ര ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇത്രയും ലാർജ് നമ്പറിനെ എന്താ പറയുക അബ്സോർബ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസ് അവിടെ ഇല്ല. അപ്പം അതിനുള്ള ഒരു ഫെസിലിറ്റീസ്, അപ്പം ഇൻഡസ്ട്രികൾ ഒരുപാട് അടുത്തുള്ളപ്പോൾ എന്താ പറയുക നമ്മുടെ സിലബസ് കരിക്കുലം അതിനനുസരിച്ച് എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതിപ്പോൾ സോഫ്റ്റ്വെയർ ആണെങ്കിലും നമുക്ക് കുറേ കൊളാബറേഷൻസ് ഉണ്ട്. നമുക്ക് NVIDIA ആയിട്ടുണ്ട്, ബോഷ് ആയിട്ടുണ്ട്, പല CNC കമ്പനീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കൊളാബറേഷൻസ് എല്ലാം കാരണം കരിക്കുലം എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ മോസ്റ്റ് അപ്ഡേറ്റഡ് കരിക്കുലം, ഗുഡ് പ്ലേസ്മെന്റ് പൊട്ടൻഷ്യൽ, എന്താ പറയുന്നത് അഫോർഡബിൾ ഫീസ്, പിന്നെ സേഫ്റ്റി ഒരു വലിയ ഫാക്ടറാണ്. ഗുജറാത്ത് ഒരു ഇത് നല്ലൊരു സ്റ്റേറ്റ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ ആ ഒരു ഇതില്. പിന്നെ ഡ്രൈ സ്റ്റേറ്റ് ആണ്. ഡ്രൈ സ്റ്റേറ്റ് ആണ്. അതായത് മദ്യം കിട്ടില്ല, പെർമിറ്റോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വേണമല്ലേ കിട്ടാൻ. അപ്പം ഡ്രൈ സ്റ്റേറ്റ് ആണ്. ഇതിനെല്ലാം അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത് മലയാളി തോന്നുന്നത് നമ്മളിപ്പം പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. ബാക്കി ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ അല്ലാതെയുള്ള മയക്കുമരുന്നൊക്കെ ധാരാളം വ്യാപകം. എന്താണ് ഇത്രയും കാലം ഇവിടെ നിന്നപ്പോൾ രാജ്കോട്ട് അത് വളരെ കേസുകൾ വളരെ ലിമിറ്റഡ് ആയിട്ട് ഞാൻ ഈവൻ ന്യൂസിൽ പോലും കാണുന്നുള്ളൂ. അതിനൊരു കാരണം രാജ്കോട്ട് ഒരു എന്താ പറയുന്നത് രാജ്കോട്ട് ഒരു വലിയ
വില്ലേജാന്ന് പറയും ഇവിടെയുള്ള ആൾക്കാർ. അതായത് ഒരു നാട്ടിൻപുറം വലിയൊരു സിറ്റി ആയേക്കുന്നത്. അപ്പൊ ആൾക്കാരുടെ ആ മനസ്സ് ആ ഇതാണ്, ആ ഒരു ഫാമിലി വാല്യൂസ്, ആ ഒരു ഗെറ്റ് ടുഗദർനെസ്, അതാണ്. അപ്പൊ ബിസിനസ്സുകളാണെങ്കിലും എല്ലാം ഫാമിലി ബിസിനസ്സുകളാണ്. അപ്പം ആൾക്കാർക്ക് ഇതിനൊന്നും സമയമില്ല. നമുക്ക് ഇതിനൊക്കെ പോകുന്ന എന്തിനാണ് ശരിക്കും പോകുന്ന വെച്ചാൽ ആൾക്കാർ ഹാങ് ഔട്ട് ചെയ്യുന്നു, ഈവനിങ് ചില്ല് ചെയ്യാൻ പോകുന്നു, അങ്ങനത്തെ പരിപാടികൾ വളരെ കുറവാണ്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റുഡൻസ് കമ്പനി അടിച്ച് കറങ്ങാൻ പോവില്ല. ഇവിടുത്തെ സ്റ്റുഡൻസ് അവർ സ്വന്തം കമ്പനി പോയി വർക്ക് ചെയ്യും. വൈകുന്നേരത്തെ ഷിഫ്റ്റ് കഴിയുമ്പോൾ അവൻ സ്വന്തം കമ്പനി പോയി വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു പോക്കില്ല. എങ്കിലും ഇവിടെ അത്യാവശ്യം മാളുകളും ഒക്കെ ഉണ്ട് അല്ലേ? അതെല്ലാം ഉണ്ട്, അത്യാവശ്യമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇത്രയും മലയാളി കമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് കേരള സ്റ്റോഴ്സ് കുറേ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഫുഡിന് പ്രശ്നമില്ല, ഞങ്ങൾ വീട്ടിലെല്ലാം മേടിച്ചിട്ടുള്ള കുക്ക് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രോബ്ലം ഇല്ല. എങ്കിലും ഇവിടുത്തെ ക്യാൻറ്റീനിലൊക്കെ നമുക്ക് സൗത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടോ? ഇവിടുത്തുകാർക്ക് ഈ ദോശ ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശ ഇഡ്ഡലി വട. ഈ 3 സാധനം രാജ്കോട്ട് കിട്ടാത്ത സ്ഥലമില്ല. ഈ ക്യാമ്പസിൽ മാത്രമല്ല, രാജ്കോട്ട് എല്ലായിടത്തും കിട്ടും. ഇത് ഭയങ്കര ഇതാണ്. അതുപോലെ ഹോസ്റ്റലാണെങ്കിലും അവിടെയും ഇതൊക്കെ ഹോസ്റ്റലുണ്ട്. ഹോസ്റ്റലിന്റെ മെനുവിൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഹോസ്റ്റൽ ഫീ എങ്ങനെയാണ് സാർ? ഇപ്പം നമ്മൾ ഒരു 1.5 അല്ലെങ്കിൽ 2 lakhs നമ്മൾ ആനുവൽ ഫീ, കോളേജ് ഫീ പറഞ്ഞു. ഹോസ്റ്റൽ ഫീ ഏകദേശം ഒക്കെ എന്തായിരിക്കും? ഹോസ്റ്റൽ ഫീയും ഏതാണ്ട് എനിക്ക് എക്സാക്ട് എമൗണ്ട് എനിക്ക് അറിയത്തില്ല. കാരണം പല ഹോസ്റ്റലുകൾക്ക് പല രീതിയാണ്. ചിലർ AC ഹോസ്റ്റൽ എടുക്കും, ചിലർ സിംഗിൾ റൂം എടുക്കും, ഡബിൾ ഷെയറിംഗ് എടുക്കും. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ലിസ്റ്റ് ഞാനിപ്പോൾ മേടിച്ച് തരാം. അപ്പോൾ പല ഹോസ്റ്റലിലും പല രീതിയാണ്. പിന്നെ ക്യാമ്പസിനകത്ത് ഹോസ്റ്റലുണ്ട്. പിന്നെ ഈവൻ PG സ്റ്റുഡൻസ് ചിലർ ഷെയർ ചെയ്തിട്ട് എന്താ പറയുന്നത്, അവര് വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്നവരുണ്ട്. മലയാളികളൊക്കെ ലാസ്റ്റ് ടൈം അങ്ങനെ താമസിച്ചവരെ എനിക്കറിയാം. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. നമുക്കപ്പോൾ ഇനി കോഴ്സുകളെ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഒന്നുകൂടെ ഒന്ന് പറയാമോ? നമുക്ക് ഇവിടെ എഞ്ചിനീയറിംഗ് ഉണ്ട്, കൺവെൻഷണൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. കൺവെൻഷണൽ എഞ്ചിനീയറിംഗ് ഇപ്പം മെക്കാനിക്കലുണ്ട്, സിവിലുണ്ട്, ഇലക്ട്രിക്കലുണ്ട്. പിന്നെ പുതിയ ഇതിൽ ബയോ ഇൻഫോർമാറ്റിക്സ് പുതിയൊരു മേഖലയാണ്, നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു ഏരിയയാണ്. ബയോ ഇൻഫോർമാറ്റിക്സിൽ വളരെ നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ EC ഉണ്ട്, പിന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, പിന്നെ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് AML, ഡാറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി നമുക്ക് കുറച്ച് കമ്പനികളുമായിട്ട് കൊളാബറേഷൻ ഉണ്ട്. അപ്പം ഇവിടെ ഫാക്കൽറ്റി പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആ കമ്പനിയിൽ നിന്നുള്ള ആൾക്കാരും വന്ന് പ്രാക്ടിക്കൽ സൈഡിൽ ക്ലാസ്സസ് എടുക്കും. അപ്പോൾ അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. മെക്കാനിക്കലിൽ നമുക്കൊരു ബോഷിന്റെ ലാബ് ഉണ്ട്, പിന്നെ ഒരു റാപ്പിഡ് കാസ്റ്റിംഗ് ലാബ് ഉണ്ട്. ഞാനത് കാണിച്ചു തരാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ലാബാണ്, ഞാനത് കാണിച്ചു തരാം. അപ്പം അതുപോലെ തന്നെ ഇപ്പൊ റോബോട്ടിക്സ് നമ്മൾ പുതുതായിട്ട് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ട് ചെറിയ മെക്കാനിക്കലിന്റെ പാർട്ടായിട്ട് നമ്മൾ ബേസിക് ഇത് കൊടുത്തിരുന്നു, ഇലക്ട്രോണിക്സിന്റെ പാർട്ടായിട്ട്. ഇപ്പൊ അതൊരു ഫുള്ളി ഫ്ലെജ്ഡ് ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷന് റോബോട്ടിക്സിന്റെ ടൈം ആണല്ലോ. അപ്പം അതിന്റെ പുതിയൊരു സെന്റർ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫെസിലിറ്റീസ് ഒക്കെ, എക്യുപ്മെന്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് പ്രൊക്യൂർമെന്റ് ആയി, ഓൺ ദ പ്രോസസ്സിലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെക്കാനിക്കൽ വിത്ത് റോബോട്ടിക്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരുപാട് കോഴ്സുകൾ ഇപ്പൊ നമ്മളത് ഓഫർ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ അടുത്ത എഞ്ചിനീയറിംഗ് മാറിക്കഴിഞ്ഞാൽ പിന്നെ MBA ഇവിടെ വളരെ നല്ലൊരു സ്ട്രെങ്ത് ഉള്ള ഇതാണ്. MBA തന്നെ ഫിനാൻസ് ഉണ്ട്, ഓപ്പറേഷൻസ് ഉണ്ട്, HR ഉണ്ട്. ഫിനാൻസ് ഇവിടുത്തുകാർക്ക് ഒരുപാട് ഡിമാൻഡുള്ള ഒരു കാര്യമാണ് MBA ഫിനാൻസ് ഇവിടെ. കാരണം ഫിനാൻസിൽ ശരിക്കും നമുക്കൊരു എക്സ്റ്റേണൽ എക്സ്പേർട്ടിനെ കിട്ടുക എന്ന് പറയുന്നത് ഒട്ടും പ്രശ്നമല്ല. ഒന്ന് വളരെ നല്ല ഫാക്കൽറ്റിയാണ് ഫിനാൻസിൽ. മലയാളികൾ തന്നെ 1-2 ഫാക്കൽറ്റി ഉണ്ട് MBAയിൽ. പിന്നെ അത് കൂടാതെ പുറത്തുനിന്ന് ഒരുപാട് പേര് പല സ്റ്റേറ്റിൽ നിന്നുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്. ഇവിടെ ജമ്മു കാശ്മീരിൽ നിന്ന് വരെയുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്. എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്. ഈവൻ ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് ഉണ്ട് നമുക്ക് കുറച്ച് പേര്. അപ്പം ഈ ഫാക്കൽറ്റി എല്ലാം ഉണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ, ഈ ഓണർ ഗ്രൂപ്പിന്റെ, പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ ഈ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കാരണം അവിടെ നിന്നുള്ള എക്സ്പേർട്സ് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പൊ അതുകൂടാതെ അപ്പൊ ഇന്റേൺഷിപ്പുകളൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ് ഈ ഫീൽഡിൽ. കാരണം ഗുജറാത്ത് ഇതിന്റെ ഒരു സെന്റർ ആണല്ലോ. അപ്പം ഈ ഒരു ഫിനാൻസ് മാർക്കറ്റ്, ഫിനാൻസ് റിലേറ്റഡ് ഇന്റേൺഷിപ്പ് നമ്മൾ പഠിക്കുന്ന എക്സാക്ട് ഫീൽഡിൽ ഇന്റേൺഷിപ്പ് കിട്ടുക എന്നുള്ളത് എല്ലാവർക്കും പറ്റത്തില്ല. ഇവിടെ അതിന് അത്ര വലിയ പ്രോബ്ലം ഇല്ല. ഇന്റേൺഷിപ്പ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൂടാതെ ഓൺലൈൻ ഇന്റേൺഷിപ്പുകളും ചെയ്യുന്നുണ്ട് പിള്ളേര്. എല്ലാവർക്കും മിക്കവരും തന്നെ ഏൺ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇന്റേൺഷിപ്പ് ചെയ്ത് നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം MBA നല്ല രീതിയിൽ പോകുന്നു. പിന്നെ നേഴ്സിങ്ങും INC അപ്രൂവൽ ഉള്ളതാണ്. നേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ പോകുന്നു. പിന്നെ ഫിസിയോതെറാപ്പി, നമുക്ക് ഇതിന്റെ അകത്തൊരു ഫിസിയോതെറാപ്പി OPD ക്ലിനിക്ക് പോലും ഉണ്ട്. നമുക്ക് ആഴ്ചയിൽ 5-6 ദിവസം വർക്കിംഗ് ആണത്. പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ക്യാമ്പുകൾ നടത്തുന്നുണ്ട് പുറത്ത്. അപ്പോൾ ആ രീതിയിൽ മെഡിക്കൽ സയൻസ്, പിന്നെ ഫാർമസി കൗൺസിൽ അപ്രൂവൽ നമ്മൾ BPharm കോഴ്സുകൾ റൺ ചെയ്യുന്നുണ്ട്. BPharm MPharm കോഴ്സുകൾ റൺ ചെയ്യുന്നുണ്ട്. ലോ ഉണ്ട്,
അപ്പം എല്ലാ ഫീൽഡിലും നമുക്ക് കോഴ്സസ് ഉണ്ട്. അതുപോലെ ഇവിടെ 100 കണക്കിന് കോളേജ് ബസ്സാണല്ലോ, അപ്പോൾ എല്ലായിടത്തുനിന്നും പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്. രാജ്കോട്ട് ഉണ്ട്, ജാംനഗർ ഉണ്ട്, മോർബി ഉണ്ട്, പലയിടത്തുനിന്നുള്ള സ്റ്റുഡൻസ് ഇവിടെ വരുന്നുണ്ട്. 100+ ബസ്സുകളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഔട്ട്സൈഡ് ഹോസ്റ്റൽസ് ഉണ്ടല്ലോ, ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ മാറിയുള്ള ഹോസ്റ്റൽസും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റുഡൻസ് വരുന്നത് ഈ കോളേജ് ബസ്സിനാണ്. കോളേജ് ബസ് രാവിലെ ഫസ്റ്റ് ഷിഫ്റ്റിനുള്ള ബസ് 7 മണിക്ക് ഇവിടെ എത്തും. ലാസ്റ്റ് ബസ് 6:45 പോവും. അതിനുശേഷം ഒരു ബസ്സും കൂടി ഉണ്ട്, കാരണം ലൈബ്രറി 8 o'clock ശേഷം വരെ ഉണ്ട്. അപ്പൊ 8:30 ഒരു ബസ് ഉണ്ട് ലൈബ്രറിയിൽ ഇരുന്ന് പഠിക്കുന്നവരെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി സിറ്റിയിലേക്ക്. അപ്പൊ അങ്ങനെ ഒരു ബസ് കൂടി. ഇവിടുത്തെ ലൈബ്രറിക്കും ഒക്കെ എന്താ പ്രത്യേകത ഉണ്ടല്ലോ, ഗിന്നസ് ബുക്കിലൊക്കെ ഉള്ള അത് നമ്മളൊരു വലിയ റീഡിംഗ് റിലേ നടത്തിയതിന്റെ ഒരു ഇതുണ്ട്. അത് കൂടാതെ നമ്മൾ ലൈബ്രറിയുടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, ടെൻഡൻ സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ലൈബ്രറി ഞാൻ കാണിച്ചു തരാം, പല ഫ്ലോറിലായിട്ട്. ഇപ്പൊ എല്ലാവരും ഓൺലൈൻ ലൈബ്രറി മൂഡിലേക്കാണല്ലോ എല്ലാവരും മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് രണ്ടും ഈക്വലി ഇതാണ്, ഓൺലൈനും അതുപോലെ തന്നെ ഓഫ്ലൈനും എല്ലാ ഫെസിലിറ്റീസും മെർജ് ചെയ്തൊരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. പിന്നെ വേറെ വെച്ചാൽ ഈ സ്ഥലം, ഈ രാജ്കോട്ട് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കേരളത്തിൽ നിന്നുള്ളവർ അഹമ്മദാബാദൊക്കെ വന്നു പോകും. പക്ഷേ രാജ്കോട്ടിൽ നിന്ന് നമുക്ക് പല സ്ഥലങ്ങളിലേക്കും ഇപ്പൊ അങ്ങനെ യാത്രാ താല്പര്യമുള്ളവരാണെങ്കിൽ സോംനാഥ് അടുത്താണ്. ഞാൻ പോയുള്ളൂ ഗിർ സഫാരിക്ക് പോയുള്ളൂ, സിംഹങ്ങളെ കാണാറുണ്ട്. പിന്നെ മഹാത്മാഗാന്ധി ഗിർ സഫാരി തീർച്ചയായും പോകണം. നമ്മുടെ നാട്ടിലെ സഫാരിക്ക് പോകുന്ന, നമ്മുടെ നാട്ടിലെ വനങ്ങളെല്ലാം ഇങ്ങനെ നിറച്ചു മരങ്ങളാണ്. ഗിർ ഇത് എങ്ങനെയല്ല, ഒരു ഫ്ലാറ്റ് ആയിട്ട് ടെറൈനിൽ വലിയ പുൽമേടുകളാണ്, അങ്ങനത്തെ ടൈപ്പാണ്. എൻ്റെ ഡിഫറെന്റ് ഒരു സഫാരി. ആനുവൽ സ്പോട്ടിങ് എളുപ്പമാണ്. പിന്നെ ലയൺസ് ഈ പറയുന്ന പോലെ നമുക്ക് വേറെ അങ്ങനെ അധികം കിട്ടുന്നതല്ലല്ലോ. ഗിർ നല്ലതാണ്. സോംനാഥ്, പിന്നെ ദ്വാരക ഇവിടെ അടുത്താണ്. ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലം. പിന്നെ മഹാത്മാഗാന്ധി ജനിച്ച പോർബന്ദർ 190 കിലോമീറ്റേഴ്സ് ഉള്ളു ഇവിടുന്ന്. അങ്ങനെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കൾച്ചറൽ എക്സ്പോഷർ ഈ പറഞ്ഞ കൃത്യമായിട്ടും കിട്ടുന്ന ഒരു സ്ഥലമാണ് രാജ്കോട്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സ്റ്റാച്യു, അയ്യോ അത് ഇവിടെ അടുത്താണല്ലോ അല്ലേ, വല്ലഭായ് പട്ടേൽ. അത് എത്ര ദൂരം ഉണ്ടാവും? അത് ഇവിടുന്ന് ഞാൻ ഇന്നാൾ പോയപ്പോൾ ട്രെയിനാണ് പോയത്. ട്രെയിനിന് പോയിട്ട് ഒരു 4+2 4 to 5 hours എത്തിയല്ലേ? അത് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയൊരു സ്റ്റാച്യു ആയിട്ട് മാറിയിരിക്കുന്ന സംഭവം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് കാഴ്ചകൾ കാണാം അല്ലേ, ഈ പറഞ്ഞ ലൈബ്രറി, ക്യാമ്പസിന്റെ അകത്ത് ലാബുകളൊക്കെ. ഞാൻ പ്രധാനമായിട്ടൊന്ന് കാണേണ്ട കാര്യമാണല്ലോ, കേരളത്തിൽ നിന്ന് വരുന്നവർ ആദ്യമായിട്ട് നോക്കുന്നൊരു സംഭവം. അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ എന്തായാലും ഈ കോഴ്സുകളുടെ കാര്യം ചോദിച്ചപ്പോഴത്തേക്കും ജോമിക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. ജോമിക്കെന്നല്ല, ഇവിടുത്തെ ഓണറിന് പോലും ഓർത്തെടുക്കാൻ പറ്റാത്ത അത്രയും കോഴ്സ് ഉണ്ടെങ്കിൽ നോക്കി പറയാമോ? കമ്പ്യൂട്ടർ സയൻസ് തന്നെ, അതിൽ തന്നെ പല സ്പെഷ്യലൈസേഷൻ, AIDS ഉണ്ട്, AML ഉണ്ട്. പിന്നെ കൺവെൻഷനിൽ ഞാൻ വിട്ടുപോയ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, കെമിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ. പിന്നെ മെക്കാനിക്കൽ തന്നെ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷനും അതുപോലെ വിത്ത് AML 2 സ്പെഷ്യലൈസേഷൻ നമ്മൾ അഡീഷണൽ റൺ ചെയ്യുന്നുണ്ട്. പിന്നെ ഫാർമസി, BPharm, MPharm കോഴ്സുകൾ, പിന്നെ നേഴ്സിംഗ് കോഴ്സ്, പിന്നെ നമ്മുടെ MBA തന്നെ നമുക്ക് സ്പെഷ്യലൈസേഷൻസ് എല്ലാം ഉണ്ട്. നമ്മുടെ ബിസിനസ് അനലിറ്റിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫിൻടെക് ഉണ്ട്, ഫിനാൻസ് ടെക്നോളജി ഉണ്ട്. പിന്നെ നമ്മുടെ ജനറൽ MBA ഉണ്ട്, ഏവിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ MBA കോഴ്സുകളുണ്ട്. പിന്നെ എല്ലാ BBA, BA, BSc എല്ലാ കോഴ്സും റൺ ചെയ്യുന്നുണ്ട്. ഈവൻ PhD കോഴ്സുകൾ വരെ ഉണ്ട്. PhD കോഴ്സ് അല്ലല്ലോ, PhD റിസർച്ച് ആണല്ലോ. PhD എല്ലാ ഡിപ്പാർട്ട്മെന്റിലും തന്നെ PhD റൺ ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും ഈ PhD ഫാക്കൽറ്റി ഉള്ളതുകൊണ്ട് അവർ സൂപ്പർവൈസ് ചെയ്ത് PhD റൺ ചെയ്യുന്നുണ്ട്. അതുപോലെ സ്കോളർഷിപ്പുകൾ എങ്ങനെയാണ് ഇവിടെ പഠിക്കുന്നത്? സ്കോളർഷിപ്പുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ പല ഗവൺമെന്റുകൾ അവരുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന സ്കോളർഷിപ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ സ്കോളർഷിപ്സും റൺ ചെയ്യുന്നുണ്ട്. നല്ലൊരു എമൗണ്ട് സ്കോളർഷിപ്സ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടുത്തെ പ്ലേസ്മെന്റിന്റെ കാര്യം. ഇപ്പോൾ ഇവിടെ ഇപ്പം കോഴ്സ് ഫീ വളരെ കുറവാണ്. ഇപ്പം ശരിക്കും കമ്പയർഡ് ടു നമ്മുടെ നാട്ടിലെ പറഞ്ഞല്ലോ ഒരു 6 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് MBA ഒക്കെ പഠിച്ച് പോകാവുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പ്ലേസ്മെന്റും അതുപോലെ ഈ പറഞ്ഞ എത്ര വരെയൊക്കെ ഒരു ആനുവൽ സാലറിയിലൊക്കെ പോകാൻ പറ്റും ഇവിടുത്തെ പ്ലേസ്മെന്റ്? MBAയിൽ ഇവിടെ ഒരു 40 lakhs അങ്ങനെ 40 lakhs. വേറെ ഇവിടുത്തെ ആൾക്കാർ തന്നെ റിക്രൂട്ട് ചെയ്യും. വളരെ നല്ല ബ്രില്യൻ സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മുടെ മാനേജ്മെന്റ് തന്നെ ഇവരെ റിക്രൂട്ട് ചെയ്തോളും. ഓക്കെ, കാരണം അവരുടെ ബിസിനസ് ഇതാണല്ലോ, ഫിൻടെക് ആണല്ലോ ഇവരുടെ ബിസിനസ്. ഫിൻടെക്കിൽ ശരിക്കും പേയ്മെന്റിന് അങ്ങനെ ലിമിറ്റ്സ് ഇല്ല. ഗുജറാത്ത് പ്രത്യേകിച്ച് ഫിൻടെക്കിന്റെ ഒരു സെന്ററും കൂടെ ആയതുകൊണ്ട് നല്ല രീതിയിൽ പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ് ആണെങ്കിലും നല്ല പ്ലേസ്മെന്റ്. മെക്കാനിക്കൽ പൊതുവെ ഇത്തവണ എൻ്റെ സ്റ്റുഡൻസ് എല്ലാം ഓൾമോസ്റ്റ് 5 lakhs ആണ് സ്റ്റാർട്ടിങ് അവരുടെ റിക്രൂട്ട്മെന്റ് വന്നേക്കുന്നത്. പക്ഷേ 4 ഉള്ളവരുണ്ട്. ചിലർക്ക് ഈ രാജ്കോട്ട് തന്നെ ജോലി വേണമെന്നുള്ളവരുണ്ട്, ഫാമിലി റീസൺസ്.
അപ്പോൾ അവർക്ക് ചില ലിമിറ്റേഷൻസ് വരും പേ പാക്കേജിൽ. നമുക്ക് ചിലർക്ക് ഈ പ്രശ്നമില്ല, ഇന്ത്യയിൽ എവിടെയും വർക്ക് ചെയ്യാം, അപ്പോൾ ദേ വിൽ ഗെറ്റ് ഗുഡ് പാക്കേജസ്. അപ്പോൾ ഇതാണ് മെയിൻ ബിൽഡിങ്ങിലേക്ക് നമ്മൾ മെയിൻ ബിൽഡിംഗ്. ഞാൻ ജസ്റ്റ് ലൈബ്രറി ഒന്ന് കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം. ഫുഡ് വരുമല്ലോ അല്ലേ? പിന്നെ തീർച്ചയായിട്ടും അത് നമ്മൾ ദോശ കഴിക്കണമെന്നുണ്ട്, അതുകൂടെ കഴിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ മെയിൻ ബിൽഡിങ്ങിലേക്ക് കയറുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഇവിടെ പഠിക്കുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ളതാണ്. 54 രാജ്യങ്ങൾ. അതിൽ അഫ്ഗാനിസ്ഥാൻ മുതൽ സാംബിയ, തായ്ലൻഡ്, പപ്പുവ ന്യൂഗിനിയ, അങ്ങനെ ധാരാളം രാജ്യങ്ങളുണ്ട്. അപ്പോൾ 17,000-ലധികം സ്റ്റുഡൻസാണ് ഫുൾ ഫ്ലെജ്ഡ് ആയി കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകാവുന്നത് അല്ലേ? 17,000 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ നമ്മുടെ നാട്ടിലെ ഈ കോളേജ് ഈ സങ്കല്പത്തിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ബിൽഡിങ്സൊക്കെ ആയാലും വളരെ ഒരു IT കമ്പനിക്ക് അത് കയറുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുന്നത്. അതുപോലെ രസമുള്ള ഒരു ബിൽഡിങ്, വളരെ മോഡേൺ ആയിട്ടുള്ള ബിൽഡിങ്ങൊക്കെയാണ്. നമുക്ക് ലൈബ്രറി കാണാം അല്ലേ? അപ്പോൾ ഞാനിങ്ങനെ പറയുന്നത് നമ്മൾ പഠിച്ച കോളേജിൽ നിന്ന് ലിഫ്റ്റൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലായിരുന്നു. മഹാരാജ് കോളേജ്, CMS കോളേജ്, അവിടെ ഒന്നും ലിഫ്റ്റ് ഇല്ലല്ലോ. ഇവിടുത്തെ കുട്ടികളൊക്കെ ഇപ്പോൾ എത്ര അല്ലേ 6th ഫ്ലോറിലേക്ക് ലിഫ്റ്റ് വരുന്നു, നടക്കുന്നു. ഇതൊക്കെ ശരിക്കും പുതിയ കുട്ടികൾക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളാണ്. വളരെ നീണ്ട ഇടനാഴി അല്ലേ? വളരെ വലിയ ബിൽഡിംഗ്. ഇടനാഴികളെ നമ്മൾ ബിൽഡിംഗ് ആണെങ്കിലും ഇടനാഴികൾക്കെല്ലാം നല്ല സ്പേസ് ഉണ്ട്. ഈ സ്പേസ് ഇല്ലെങ്കിൽ ക്രൗഡഡ് ആയി പോകും. അതുപോലെ ലിഫ്റ്റുകളാണെങ്കിലും ഫാക്കൽറ്റിക്ക് സെപ്പറേറ്റ് ലിഫ്റ്റുകൾ വേറെ അകത്തുന്നുണ്ട്. ഫാക്കൽറ്റി അങ്ങനെയുണ്ട്. കറക്റ്റ് ടൈമിൽ നമുക്ക് ക്ലാസ്സിലെത്തണമല്ലോ. സ്റ്റുഡൻസ് ലിഫ്റ്റുകൾ വേറെ ഉണ്ട്. അതിൽ പല നിറമുള്ള യൂണിഫോം എടുത്ത് ഭയങ്കര രസമുള്ള സംഭവം. ഓരോ സ്ട്രീം തിരിച്ച് അങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ചന്ദ്രന് ചെന്നാലും മലയാളിയെ കാണുമെന്ന് പറഞ്ഞ പോലെ എവിടെ ചെന്നാലും കാണുമല്ലോ. അങ്ങനെ നമ്മൾ രാജ്കോട്ടിൽ ഈ മാർവാടി യൂണിവേഴ്സിറ്റിയിലും ആദ്യം നമ്മൾ ജോമിയെ കണ്ടു. അതിനുശേഷം 2 പച്ച മലയാളി ഫാക്കൽറ്റി മെമ്പേഴ്സാണ് ഇവർ. അല്ലാതെ ഇവിടെ ജനിച്ചു വളർന്നവരൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഒന്ന് ചോദിക്കാം എവിടേക്കാണ്. എവിടെയാണ് പേര് ചോദിച്ചല്ലോ? പേര് മോനിഷ. എവിടെ സ്ഥലം? മാവേലിക്കര. ഇവിടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? ഇവിടെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. അശ്വതി, നാട്ടിലെ പത്തനംതിട്ട. പത്തനംതിട്ട മാവേലിക്കരക്കാരാണ് അല്ലേ? അതെ. എങ്ങനെയുണ്ട് ജീവിതം രാജ്കോട്ടിൽ? നന്നായിട്ട് പോകുന്നു. ആണോ? എത്ര കാലം ഇപ്പോൾ ഇവിടെ? ഇപ്പോൾ ഇവിടെ 3 വർഷമായി. എങ്ങനെയുണ്ട് യൂണിവേഴ്സിറ്റിയെ പറ്റി? എന്താണ്? യൂണിവേഴ്സിറ്റി നല്ല യൂണിവേഴ്സിറ്റിയാണ്. ബാക്കി ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളതിനേക്കാൾ ഒത്തിരി ബെറ്റർ യൂണിവേഴ്സിറ്റിയാണ്. നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. അശ്വതി ഇപ്പോൾ എത്ര കാലമായി? ഞാനും 3 വർഷമായി. എൻ്റെ സിസ്റ്റർ ലോ ആണ്. അത് ശരി. നല്ല യൂണിവേഴ്സിറ്റിയാണ്. വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നല്ലതാണ്. ഇൻഫ്രാസ്ട്രക്ചർ വൈസ് നല്ലതാണ്. കുട്ടികൾക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. ബിയോണ്ട് ദ അക്കാഡമിക്സ് ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നു. ഇങ്ങനെ നമ്മൾ ഈ നാട് വിട്ട് നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത്, അത് വളരെ ദൂര സ്ഥലത്ത് വന്ന് ജീവിക്കുമ്പോൾ ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് ദൂരമാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ എൻവയോൺമെന്റ് ഒക്കെ നല്ലതാണ്. ശാന്തമായ കാമായിട്ടുള്ള ഒരു സിറ്റി. അതെ അതെ. എനിക്ക് അത് തന്നെ തോന്നുന്നു, വളരെ കാമല്ലേ? കാമായിട്ടുള്ള ഒരു സിറ്റി. കുറച്ചുകൂടി ഉള്ളിലോട്ടാണ്, ശാന്തസുന്ദരമായ. പിന്നെ ഞാനിങ്ങനെ നേരത്തെ പറയായിരുന്നു, ഈ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ നോർത്ത് ഇന്ത്യ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വളരെ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളും ഇതൊക്കെ. പക്ഷേ രാജ്കോട്ട് അല്ലേ വൺ ഓഫ് ദ ക്ലീനസ്റ്റ് സിറ്റീസ് ഇൻ ദ വേൾഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പം അത് വളരെ ക്ലീനാണ്, നല്ല രസമുള്ളൊരു സ്ഥലമാണ്. പിന്നെ 2-3 മാസം ചൂട് അനുഭവിച്ചാൽ പറ്റും അല്ലേ ജോമി? അതെ, അതെന്തായാലും ഉണ്ടാവും. അതെ, എല്ലാ ക്ലൈമറ്റ് എക്സ്പീരിയൻസ് നമുക്കില്ലാത്ത വിൻ്റർ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ താങ്ക് യു. ഇനി മറ്റൊരു കാര്യമുള്ളത്, നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് തന്നെയുള്ള കുഞ്ഞൊരു ടീ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു മലയാളിയാണ്. പക്ഷേ അത് മലയാളി എന്ന് വെച്ചാൽ ഇവിടെ ജനിച്ചു വളർന്ന മലയാളിയാണ്. പിടിച്ചാണ് മലയാളം പറയുന്നത്. അതോടെ കണ്ടേക്കാം അല്ലേ? അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇവിടെ നമ്മൾ പിടിച്ച് മലയാളം പറയുന്ന മലയാളിയുണ്ട്. അപ്പോൾ മലയാളിയാണെങ്കിലും മലയാളി അല്ല അല്ലേ? ഇവിടെയാണ് ജനിച്ചു വളർന്നത്. അത് മൈക്കാന്ന് മേടിക്കണ്ട. അപ്പൊ ഇവിടെ ജനിച്ചു വളർന്നാ? ഞാൻ born and brought up Rajkot. ശരി. അപ്പൊ എവിടെ ശരി നാട്ടിലെ വേരുകൾ എവിടെയാ? Actually the roots Tiruvalla. മമ്മി മമ്മി കുമ്പ്രാൻ, ഫാദർ കല്ലുപ്പാറ. ശരി. അങ്ങനെ തിരുവല്ല. അവിടെയൊക്കെ ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ നാട്ടില്? ബന്ധുക്കൾ ഉണ്ട്. പോകാറുണ്ടോ അങ്ങോട്ടൊക്കെ? ലാസ്റ്റ് ഇയർ പോയിട്ട് വന്നു. ശരി. അപ്പം ഫാദർക്ക് ഇവിടെ ജോലിയൊക്കെ ആയിട്ട് വന്നതായിരിക്കും അല്ലേ? വർഷങ്ങളായിട്ട് ഇവിടെ ജോലി അറൗണ്ട് 68 രാജ്കോട്ട് വന്നതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഇവിടെ സെറ്റിൽ. ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഹിയർ ഓൺലി. സ്റ്റഡീസ് എല്ലാമായി. പേര് ചോദിച്ചില്ല. എൻ്റെ പേര് വിനോദ് മാമൻ. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഒക്കെ എടുത്ത് വരികയാണെങ്കിൽ വിനോദിനെ ഒന്ന് അന്വേഷിക്കണം. നല്ല ചായ കിട്ടും. ഈ ചായയുടെ മറ്റു പ്രത്യേകത ഇവിടെ കണ്ടത് അവിടെ ആയാലും പറഞ്ഞു പോലോ,
ഇവിടെ ടീ വിത്തൗട്ട് ഷുഗറിന് 35 രൂപ, കോഫി വിത്തൗട്ട് ഷുഗറിന് 45 രൂപ. ആ വിത്ത് ഷുഗറിന് ഇവിടെ പൈസ കുറവാണ്. കാരണം വെച്ചാൽ ഇവിടെ ഈ വിത്ത് ഷുഗർ എപ്പോഴും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചായയാണ് അല്ലേ? കണ്ടിന്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയം കണ്ടിന്യൂസ് ഉണ്ടാക്കി അത് കണ്ടിന്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിപ്പം ഞാനൊരു 3 ലിറ്റർ ചായ ഉണ്ടാക്കി വെക്കും. അത് മാക്സിമം അരമണിക്കൂർ കൊണ്ട് തീരും. എല്ലാ പിള്ളേർ വരും, ഫാക്കൽറ്റീസ് എല്ലാം വരും. അതുകൊണ്ട് കണ്ടിന്യൂസ് കുറെ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുക ചായ കുറെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് ഇത് തീരുമ്പോഴത്തേക്ക് അത് പിന്നെ ഇത് ഫില്ലാവും. ഇങ്ങനെ കണ്ടിന്യൂസ് ഫിൽ ആക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് മധുരം ഇട്ട് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. മധുരം ഇട്ടാണ് ഉണ്ടാക്കും. പിന്നെ മധുരം ഇല്ലാത്തൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇതേ ഉള്ളൂ പ്രശ്നം, ആ സമയത്ത് അന്നേരം ഉണ്ടാക്കണം. അതിന് പൈസ കൂടുതലല്ല. പൈസ അതുകൊണ്ടില്ലേ, ഓൺ ദ സ്പോട്ട് ഉണ്ടാക്കണം, തെള്ളിന്റെ ഇടയ്ക്ക് ഉണ്ടാക്കണം, അതുകൊണ്ട് ഇച്ചിരി കൂടുതലാണ്. അപ്പൊ അതിന് താങ്ക് യു. അപ്പൊ ഞങ്ങളൊന്ന് കണ്ട് നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ച് നിൽക്കുമ്പോൾ മറ്റൊരു മലയാളി മുഖം കണ്ടു. നമസ്കാരം. ഇല്യാസ് എന്നാണ് പേര്. ഇല്യാസ് ഇവിടെ പഠിക്കുകയാണ്. ഇല്യാസ് ഏത് കോഴ്സാ? ഞാൻ MSc സൈബർ സെക്യൂരിറ്റി. നാട് കൊല്ലം. എന്താ ഇവിടെ വരാനുള്ളൊരു കാര്യം പഠിക്കാൻ വേണ്ടി? ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ കുറച്ചുപേർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവർ പാസ് ഔട്ട് ആയി. അവർ തന്നെ റെഫർ ചെയ്തത് നല്ല കോളേജാണ്, പ്രാക്ടിക്കലും എല്ലാം ഫാക്കൽറ്റിമാരും ആണെങ്കിലും എല്ലാം സപ്പോർട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മാസ്റ്റർ ചെയ്യാൻ വിചാരിച്ചു. ഫസ്റ്റ് ഇയർ സെക്കൻഡ് സെമസ്റ്റർ. കേട്ട് അറിഞ്ഞ് വന്ന അതുപോലൊക്കെ തന്നെ ഉണ്ടോ ഇവിടുത്തെ അനുഭവം? ഉണ്ട്. നല്ല കോളേജാണ്. ഫാക്കൽറ്റീസ് ആണെങ്കിലും എല്ലാ കാര്യത്തിനും സപ്പോർട്ടും. പിന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലേ ശരിക്കും? കോളേജ് എന്ന് പറയുമ്പോൾ ഒരുപാട് റഷ് ഇല്ലാത്തൊരു ഏരിയ ആണ്. കുറച്ച് അകത്തോട്ട് നിൽക്കുക, നമ്മള് സിറ്റിയിൽ നിന്ന് തന്നെ കുറച്ച് അകത്തോട്ട് മാറിക്കുന്നതുകൊണ്ട് ഇപ്പം അത്യാവശ്യം സുഖം കൂടെ ആണ്. ഹോസ്റ്റലാണ് താമസം? അല്ലല്ല, ഞാൻ വീട് റെന്റിനെടുത്ത് ഫ്രണ്ട്സായിട്ട്. അവർ മലയാളികളാണോ? അല്ല ആന്ധ്ര. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. നാട്ടിൽ നിന്ന് ഇത്രയും ദൂരം വന്ന് പഠിച്ച് പാസ്സായി നല്ല ഗംഭീരമായിട്ട് പഠിച്ച് പാസ്സായി കേട്ടോ. താങ്ക് യു. അപ്പോൾ ഇല്യാസുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ ഇല്യാസിൻ്റെ ഒരു മിസ്സിനെ അവിടെ കണ്ടു. മലയാളിയാണ്. നമസ്കാരം. പേര്? അഖില. എവിടെ നാട്? ട്രിവാൻഡ്രം. എങ്ങനെയുണ്ട് ഇല്യാസൊക്കെ? കുഴപ്പമൊന്നുണ്ടോ ഇവിടെ നാട്ടിൽ നിന്ന് വന്നിട്ട്? കുഴപ്പമില്ല. ഏത് ഡിപ്പാർട്ട്മെന്റിലാ? ഞാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. എത്ര നാളെ ഇപ്പോൾ വന്നിട്ട്? ഞാനിപ്പോൾ ഒരു 1.5 വർഷം കഴിഞ്ഞു. 1.5 വർഷമായിരുന്നു. അതിന് മുമ്പ് നാട്ടിൽ പഠിപ്പിച്ചിരുന്നോ അതോ? ഇല്ല, ഇതെന്റെ ഫസ്റ്റ് ജോബ് ആയിരുന്നു. ആണല്ലേ? ഞാനിവിടെ പഠിച്ചത് ഗാന്ധിനഗറായിരുന്നു. ഗുജറാത്ത് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് എന്താ ഇവിടെ നമുക്ക് പറയാവുന്നത്? ഡിഫറൻസ് പറയാനാണെങ്കിൽ ഒരു ഗുജറാത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ഹബ്ബായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. പല കോഴ്സുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിന് ഒരുപാട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഇവിടെ ഉണ്ട്. പിന്നെ കുട്ടികളാണെങ്കിലും പല സ്ഥലത്തു നിന്നുണ്ട്. ഇപ്പോൾ ഇല്യാസിനെ പോലെ കേരളത്തിൽ നിന്ന് വരുന്നവരുണ്ട്, ആന്ധ്രയിൽ നിന്നുള്ള ഇഷ്ടംപോലെ കുട്ടികളുണ്ട്, വിദേശത്തു നിന്നൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. അപ്പോൾ അവർ ഓരോ വർഷവും ഇവിടെ വരുന്നുണ്ട്, അഡ്മിഷൻ എടുക്കുന്നുണ്ട്. മീൻസ് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ആവുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു എക്സ്പോഷർ, ഇന്റർനാഷണൽ എക്സ്പോഷർ ആണ് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടിയത്. സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. താങ്ക് യു. അപ്പോൾ ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വന്നതാണ് മൊത്തത്തിൽ ഒന്ന് യൂണിവേഴ്സിറ്റിയുടെ. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇല്ലാസിനൊക്കെ നോക്കിക്കോണേ. താങ്ക് യു. ഇനി നമുക്ക് ഏറ്റവും താല്പര്യമുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്, അതായത് ഇവിടുത്തെ ലൈബ്രറി. ഈ ലൈബ്രറിക്ക് ഒരു ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ട്. അത് ഇവിടെ നടത്തുന്ന ആക്ടിവിറ്റിയുടെ പേരിലാണ്. അല്ലെങ്കിൽ തന്നെ വളരെ വലിയ ഒരു ലൈബ്രറി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ കാര്യമാണ്, നോ 2 persons ever read the same book. എഡ്മണ്ട് വിൽസൺ. ഓരോരുത്തരും ഓരോ പുസ്തകം വായിക്കുമ്പോൾ ഓരോ തരത്തിലാണ്, ഓരോ പെർസ്പെക്റ്റീവ് ആണെന്നുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയത്. ദ മോസ്റ്റ് പീപ്പിൾ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ റീഡിംഗ് റിലേ അറ്റ് എ സിംഗിൾ വെന്യൂ. അതാണ് ഇവിടെ കിട്ടിയ ആ ഒരു ഗിന്നസ് റെക്കോർഡ്. മറ്റു കാര്യമുള്ളത്, ഈ കോളേജ് അല്ലെ യൂണിവേഴ്സിറ്റി സന്ദർശിച്ച വളരെ പ്രമുഖരായ വ്യക്തികളുടെ എല്ലാം ഒരു സൈനോട് കൂടിയ ഒരു ഫോട്ടോഗ്രാഫ് ഇവിടെയുണ്ട്. അതിൽ നമ്മളിപ്പോൾ നമുക്ക് പരിചയമുള്ളതാണ്, പെട്ടെന്ന് പറയാവുന്നത് രാജീവ് ചന്ദ്രശേഖറുണ്ട്, നമ്മുടെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ വളരെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആൾക്കാരെല്ലാവരും ഉണ്ട്. സ്പോർട്സ് രംഗത്തും അവിടെയൊക്കെയുള്ള പലരും ആൾക്കാരുണ്ട്. അപ്പം ഇനി നമ്മൾ നേരെ ലൈബ്രറിയിലേക്ക് പ്രവേശിക്കാം. സത്യത്തിൽ ഇവിടെ സംസാരിക്കരുതെന്നാണ്, പക്ഷേ നമുക്കൊരു സ്പെഷ്യൽ സെഷൻ തന്നിരിക്കുകയാണ്. ശ്യാമ ഇതുവഴി അകത്തേക്ക് കടന്നോ. വളരെ വിശാലമായ ലൈബ്രറി. ഇപ്പോൾ പിന്നെ ബുക്കുകളെല്ലാം ഓൺലൈൻ റിസോഴ്സസ് ആയതുകൊണ്ട് എല്ലാവരും നെറ്റിൽ അവരൊരു ലാപ്ടോപ്പുമായിട്ട് വന്ന് വർക്ക് ചെയ്യുവാണ്. മുകളിലത്തെ ഏരിയ ഒക്കെ നോക്കാം, സ്റ്റുഡൻസിന് ഗ്രൂപ്പായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള എല്ലാ ഏരിയാസും കൊടുത്തിട്ടുണ്ട്. ഹാർഡ് കോപ്പീസ് ഇപ്പോൾ ആരും തന്നെ വായിക്കുന്നില്ല എന്ന് നമുക്ക് പറയാം. എല്ലാവരും നമുക്ക് ഓൺലൈൻ ജേർണൽസ് ഒക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ജേർണൽസ് നോക്കുക. പിന്നെ അധികവും സ്റ്റുഡൻസ് തന്നെ
അവർ നോട്ട്സ് പ്രിപ്പറേഷൻ സിമുലേഷൻസ് എല്ലാം ഇവിടെ വന്നിരിക്കുക. ലൈബ്രറി അവറുണ്ട് സ്റ്റുഡൻസിന് അവരുടെ കരിക്കുലത്തിൻ്റെ പാർട്ട് സിറ്റ് ഹിയർ. അത് ഏത് ഡിപ്പാർട്ട്മെന്റിനും എല്ലാം ഉണ്ട്. അത് കൂടാതെ അവർ വരുന്നതുമുണ്ട്. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും അസൈൻമെൻറ്റ് അവർക്ക് കൊടുക്കും. അപ്പോൾ ആ സമയത്ത് ലൈബ്രറി റെഫർ ചെയ്ത് ചെയ്യാവുന്ന രീതിയിൽ. അത് എനിക്കിവിടെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ഇതാണ്. നല്ല ഗംഭീരമായ ലൈബ്രറി. പ്രൈവസി ക്യൂബിക്കിൾസ് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക്, മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടവർക്ക്, സ്റ്റുഡൻസിന് അറ്റൻഡ് ചെയ്യുമ്പോൾ. ശരിക്കും നമ്മുടെ നാട്ടിലെ കോളേജുകൾ യൂണിവേഴ്സിറ്റികൾ എത്ര പിന്നിലാണ് അല്ലേ? പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകുന്ന ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കാണാം. ഇപ്പോൾ നമ്മുടെ വന്നു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നല്ല യൂണിവേഴ്സിറ്റീസ്. എങ്കിൽ പോലും പൊതുവേ നമ്മളൊക്കെ പഠിച്ച സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അല്ലേ, ശരിക്കും കേരളം ഇപ്പോഴും വളരെ ഇത് ഈ ബ്ലോക്കിലെയാണ്. ഇതുപോലെ നമുക്ക് 3 ലൈബ്രറികളുണ്ട്. ഓക്കെ, ഇത് ടോപ്പ് ഫ്ലോറിലെ ഒരു ലൈബ്രറി, ഇതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ വേറൊരെണ്ണം ഉണ്ട്. പിന്നെ വേറൊരെണ്ണം MBA ബ്ലോക്കിലുണ്ട്. മൾട്ടിപ്പിൾ സെന്റേഴ്സിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു നല്ല ഇതാണ്. ഏറ്റവും കൂടുതൽ ബുക്ക് എടുക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഒക്കെ പേര് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുക. ഇതിപ്പോഴത്തെ ടോപ്പ് 10 റീഡേഴ്സ്, ഏറ്റവും കൂടുതൽ വായിച്ച പുസ്തകങ്ങൾ ഏതാണെന്നും ഏറ്റവും കൂടുതൽ വായിച്ച കുട്ടികൾ ആരാണെന്നുള്ളതാണ്. അപ്പം ഞാനൊക്കെ ഇവിടെ പഠിച്ചിരുന്ന ഇതിൽ എൻ്റെ പേര് ഉറപ്പായിട്ടും വന്നതാണ്. അതുള്ള അതൊരു മോട്ടിവേഷൻ കൂടിയാണ് അല്ലേ? കുട്ടികൾക്ക് അതൊരു മോട്ടിവേഷനാണ് തീർച്ചയായിട്ടും അത്. അപ്പോൾ ഇനി എന്താണ് നമുക്കിനി എന്താണ് ഇനി കാണാനുള്ളത് പ്രധാനപ്പെട്ട? കാരണം ഇവിടെ എല്ലായിടത്തും ഇപ്പോൾ ക്ലാസ് നടക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലായിടത്തേക്കും ഇപ്പം ഇതില്ല, എന്താണ് എൻട്രി ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി എന്തെങ്കിലും കൂടി ഒരു ലാബ് കൂടെ കണ്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളൊന്നായ മാർവാടി യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്ത് ഒരു മലയാളി ഉണ്ടെന്ന് ആദ്യം പറഞ്ഞല്ലോ. അത് ഇവിടുത്തെ രജിസ്ട്രാറാണ്, പിൻഡോ മാമൻ എന്നാണ് പേര്. അദ്ദേഹം ബേസിക്കലി തിരുവല്ലക്കാരനാണെങ്കിലും ബോൺ ആൻഡ് ബോട്ടം രാജ്കോട്ടാണ്. അപ്പോൾ വലിയ സന്തോഷമുണ്ട് സാർ പരിചയപ്പെടാൻ സാധിച്ചതിൽ. അപ്പോൾ വളരെ എല്ലാം നടന്ന് കണ്ടു. ഗംഭീര യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അവിശ്വസനീയമായ രീതിയിൽ മനോഹരമായ ഒരു ക്യാമ്പസും ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള കുട്ടികൾ ഈ ഒരു വീഡിയോ കണ്ട് കുറേ പേര് വരുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മൾ കേരളത്തിലൊക്കെയാണല്ലോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇപ്പോഴും അങ്ങോട്ട് ആയിട്ടില്ല. നമുക്കൊരു MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി എന്നല്ലാതെ. പക്ഷേ ഇത്രയും വിപുലമായ തോതിൽ ഇത്രയും ഗംഭീരമായ ഒരു ക്യാമ്പസും നല്ല ഹോസ്റ്റലും എല്ലാം നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. അപ്പോൾ അതെല്ലാം നന്നായിട്ട് വളരെ ഇഷ്ടപ്പെട്ടു. എങ്കിൽ പോലും ഇനിയിപ്പോൾ ഒരു അഡ്മിഷൻ്റെ സമയമാണല്ലോ. അപ്പോൾ എന്താണ്, എപ്പോഴാണ് അഡ്മിഷൻ, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ? ഞങ്ങളിവിടെ അഡ്മിഷൻസ് നേരത്തെ റിസൾട്ട് വരുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് ഇവിടെ പ്രീ ബുക്ക് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അത് നമുക്ക് എല്ലാ പിള്ളേർക്കും അവരുടെ എക്സാം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കറിയാം ഞങ്ങൾ ഇത്ര എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഇതുണ്ട്. അത് അനുസരിച്ച് അവർക്ക് ഇവിടെ ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്തിട്ട് റിസൾട്ട് വരുന്ന ദിവസം റിസൾട്ട് അയച്ചിട്ട് അത് കൺഫേം ആക്കുക. ഇപ്പോൾ ഒരു പ്രൊവിഷണൽ അഡ്മിഷൻ ആയിട്ട് ബുക്ക് ചെയ്യാം. അന്നേരം സീറ്റ് ഇല്ലാത്ത പ്രശ്നം വരത്തില്ല. അതിനകത്ത് എൻജിനീയറിംഗ് ആയാലും ലോ ആയാലും സയൻസ് BSc ആയാലും നമ്മളെ ആർട്സ് ആയാലും പിന്നെ നമ്മുടെ ഫാർമസി ഉണ്ട്. ഇതെല്ലാത്തിനും ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്യുന്നുണ്ട്. അതിന് പിള്ളേർക്ക് പാരൻസിന് ഒരു കൺഫർമേഷൻ കിട്ടും, എൻ്റെ കൊച്ചിന് അവിടെ അഡ്മിഷൻ കിട്ടി. പിന്നെ ഈ മാർവാടി യൂണിവേഴ്സിറ്റിയുടെ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓവറോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാക്ടിക്കലി കൂടുതൽ റിസർച്ചിലാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഞങ്ങൾ റിസർച്ച് ഫോക്കസ് ആയതുകൊണ്ട് പാരൻസിനും ഇഷ്ടമാണ്. ഇവിടുത്തെ സ്റ്റാർട്ടപ്സ് അതുപോലെ പിള്ളേർ ചെയ്യുന്നുണ്ട്. ഇത് എല്ലാ കാര്യം കൂടുമ്പോൾ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി. ഈവൻ ഇൻ ഏഷ്യ വി ക്യാൻ സേ ദാറ്റ് വി ആർ ദ യങ്ങസ്റ്റ് യൂണിവേഴ്സിറ്റി ടു കം അപ്പ്. അതുപോലെ ഞാനിപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ഒരു കാര്യം കേട്ടതെന്ന് വെച്ചാൽ ലാബ് വർക്ക് മാത്രമായിട്ടൊരു കോഴ്സ്. കറക്റ്റ് അല്ലേ? അതെന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ്? ഇതിനകത്ത് പ്രാക്ടിക്കലി മറ്റേ നമ്മൾ തിയറി ക്ലാസ്സസിൻ്റെ കൂടെ ഉണ്ട്. ഇത് പ്രാക്ടിക്കലി നമ്മൾ പിള്ളേരെ ലാബിൽ ചെന്നിട്ട് പഠിപ്പിച്ചിട്ട് ചെയ്യുക. പിള്ളേർ പ്രാക്ടിക്കലി ലേൺ ചെയ്യുന്ന കൂടുതൽ അവർക്ക് മനസ്സിലാകുന്ന കൂടുതൽ അതിനകത്ത് ഗ്രഹിക്കുന്നതിനകത്ത്. സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഫോർ ദം. സോ ദാറ്റ്സ് വൈ വി ഹാവ് സ്റ്റാർട്ടഡ് PABL കോഴ്സ്, പ്രാക്ടിക്കലി ബേസ്ഡ് ലാബ്. സോ there instead of theory they will be learning practically there. അത് ഏതൊക്കെ സ്ട്രീമിലാണ്? എഞ്ചിനീയറിംഗിലാണോ ഉള്ളത്? Yeah, we have in engineering, computer engineering, artificial intelligence നാത്തുണ്ട്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് EC-നകത്തുണ്ട്, അതുപോലെ ഇലക്ട്രിക്കിനകത്തും ഉണ്ട്. ഇത് എല്ലാ കോഴ്സസിനകത്തും ഞങ്ങൾക്ക് പ്രാക്ടിക്കലി ബേസ്ഡ് ലാബ്സ് ഉണ്ട് അതിനകത്ത്. സോ ഇറ്റ്സ് ബീൻ സക്സസ്ഫുള്ളി റൺ ബൈ us. I think we would be the first to have it in this region. ശരി, ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കേട്ടത്, ഇപ്പം നമ്മുടെ അത് കേരളത്തിലെ എന്താ പറയുക, നേഴ്സാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യമായിരിക്കും. ജർമ്മനിയായിട്ട് നമ്മൾ എന്തോ ഒരു MOU സൈൻ ചെയ്തു എന്ന് പറയും. എന്താണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം? നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുന്നല്ല, നഴ്സിംഗ് അഡ്മിഷൻ കിട്ടിയിട്ട് അതിൻ്റെ ജോലി കിട്ടുന്ന നമ്മൾ ഈവൻ സൗത്ത് ഇന്ത്യൻസ് ഞാൻ നോക്കുന്നുണ്ട്, അവരെല്ലാം പുറത്തു പോകാൻ വേണ്ട ആഗ്രഹമുണ്ട്. ഇപ്പോൾ ജർമ്മനി ഈസ് എ ബെസ്റ്റ് സ്കോപ്പ്. സോ വി ഹാവിങ് എ ടൈ അപ്പ് വിത്ത് ജർമ്മനി വേർ they will go at the time of internship only.
So it's a paid internship where they will get the stipend also. It would be near about 7 lakhs something. So that we are trying it up and we will bring it up for the students. ശരി, അതൊക്കെ നമ്മുടെ നാട്ടിൽ കേൾക്കാത്ത കാര്യങ്ങളാണ് കേട്ടോ, ഇവിടെ മാർവാടി യൂണിവേഴ്സിറ്റിയിലെ കാര്യത്തിൽ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും അഡ്മിഷന് വേണ്ട ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ വേണ്ട ഡീറ്റെയിൽസ് എല്ലാം ലിങ്കിലൊക്കെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട വെബ്സൈറ്റിൽ കയറി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിലും 1-2 കാര്യം കൂടി സാറിനോട് ചോദിച്ച് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഒന്ന്, ഇവിടെ ജനിച്ചു വളർന്ന ആളാണല്ലോ. ഈ രാജ്കോട്ട് എന്ന് പറയുന്ന മലയാളികൾക്ക് അത്ര താല്പര്യം എന്നല്ല, നമ്മൾ അധികം കേട്ടിട്ടില്ല. കാരണം നമ്മൾ അഹമ്മദാബാദൊക്കെ കേട്ടിട്ടുണ്ടാകുന്നില്ല, രാജ്കോട്ട് അത്ര പരിചയമില്ല. ഈ ഹൗ സേഫ് രാജ്കോട്ട് ഈസ്, നമ്മൾ അവിടുന്ന് പെൺകുട്ടികളൊക്കെ വന്ന് പഠിക്കുകയാണെങ്കിൽ? കറക്റ്റ്. വെൻ സേ ഗുജറാത്ത് നമ്മൾ ഒരു സമയത്ത് വലിയ ബഹളമുള്ള സമയത്തും അഹമ്മദാബാദും ഇതെല്ലാ റീജിയൻ ബഹളം, അപ്പോൾ രാജ്കോട്ട് വാസ് ദ സേഫസ്റ്റ്. ആ സമയത്ത് എല്ലാവരും പറയുവായിരുന്നു ഹൗ കുഡ് രാജ്കോട്ട് ബി സോ ക്വൈറ്റ്. ഇറ്റ് ഈസ് ദാറ്റ് ക്വൈറ്റ്. ഇവിടെ രാത്രിയിലോ പകലോ രാവിലെ ഒന്നും ഒരു കുഴപ്പം പിള്ളേർക്ക് ട്രാവലിംഗ് ചെയ്യുന്നതിനാണോ ഇതിനകത്ത് ഒരു കുഴപ്പമില്ല. ദേ ആർ സേഫസ്റ്റ്. ഈവൻ ഐ ഹാവ് എ ഡോട്ടർ, ഈവൻ ഐ ഫീൽ ദാറ്റ് ഷീ ഈസ് അറ്റ് ദ സേഫസ്റ്റ് പ്ലേസ് ഓവർ ഹിയർ. സോ ഷീ ഈസ് ഓൾസോ സ്റ്റഡിങ് ആൻഡ് ഷീ ഗോസ് അറ്റ് നൈറ്റ് ടു ലൈബ്രറി ടിൽ 11:30, 12 o'clock, turns back, comes back again. So there is no issues for that. Safety is the best part in Rajkot. We have it. In Gujarat, we can say Rajkot is the best place to have it. അപ്പോൾ എന്തായാലും അത് ഞാനും കണ്ട് ബോധ്യപ്പെട്ടു. ഞാൻ 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. വളരെ സേഫാണെന്ന് മാത്രമല്ല വളരെ നീറ്റാണ്. അതെന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലെ സിറ്റികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങേയറ്റം നീറ്റാണ്, ഗംഭീരമായൊരു സ്ഥലം. അപ്പോൾ എന്തായാലും എങ്കിൽ പോലും നിങ്ങളെല്ലാം അന്വേഷിച്ചിട്ടൊക്കെ വന്നാൽ മതി. നമ്മളിപ്പോൾ വീഡിയോയിലെല്ലാം കാണിച്ചു എങ്കിൽ പോലും ഇവിടെ വരിക. Let me add one more thing. Rajkot being is the smartest city in India also. So if you see there is a rating of that also. So it is coming up nicely. It is, we have a airport just half an hour. There's then bus stop, we have it. We have railway stations also nearby, all those things. So that's the safest way of getting transportation and coming over here. All are safe. That's what I would. മറ്റു കാര്യം, നിങ്ങളൊക്കെ ഈ ഗുജറാത്തിലെ ഒരു എയർപോർട്ട് പോലെ തോന്നിക്കുന്ന ബസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ റീലൊക്കെ വരാറുണ്ട്. അത് രാജ്കോട്ടിലെ ബസ് സ്റ്റേഷൻ. അതുപോലെ തന്നെ മറ്റു കാര്യം ഞാൻ വായിച്ചെന്ന് വെച്ചാൽ ഇത് 20th ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് മെട്രോ സിറ്റി ഇൻ ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട് രാജ്കോട്ടിനെ പറ്റി. തന്നെ ഞാൻ പറഞ്ഞ കണക്ടിവിറ്റി, നമ്മൾ ഇന്നലെ 11 മണിക്ക് പുറപ്പെട്ട് ഇന്ന് വൈകുന്നേരം 3:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ എത്തിയ കണക്ടിവിറ്റി ഉണ്ട് കേരളത്തിൽ നിന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വന്ന് കാണുക. കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതിലൊന്നും അതിശയോക്തിയില്ല എന്നൊക്കെ മനസ്സിലാകും. അത് യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലായാലും രാജ്കോട്ടിൻ്റെ കാര്യത്തിലായാലും. I will tell that parents ഞങ്ങൾ നേരത്തെ അറിയിച്ചാൽ we will be able to accommodate them wherever it is possible. We have hostels outside campus also and we will be able to help them else. Just let us know through you or through directly to the mail. We will try to accommodate them. Thank you so much, sir. Thank you, sir. And all the best for Marwadi University. Thanks a lot, sir. Thank you.